നാട്ടിലെ ഏറ്റവും പണക്കാരനായ ഉമ്മർ സാഹിബിൻ്റെ മകളായിരുന്നു നൂർജഹാൻ. അതെ, നൂർജഹാൻ്റെ ഉമ്മ ചെറുപ്പത്തിൽ തന്നെ മരണപ്പെട്ടതുകൊണ്ട് അതെ ഉമ്മർ സാഹിബ് അവളെ പൊന്നുപോലെ നോക്കി വളർത്തി. തൻ്റെ ബിസിനസ്സും കാര്യങ്ങളും എല്ലാം വളരെയധികം ഉയർച്ചയോടെയാണ് ഇപ്പോൾ പോകുന്നത്. അതിനനുസരിച്ച് അവരുടെ സാമ്പത്തിക ശേഷിയും വളരെയധികം കൂടിക്കൊണ്ടേയിരുന്നു. എന്നാൽ നൂർജഹാനും അതിനനുസരിച്ച് അഹങ്കാരവും കൂടിക്കൊണ്ടിരുന്നു. ഉമ്മയില്ലാത്ത മകളായതുകൊണ്ട് തന്നെ പൊന്നുമോൾക്ക് വേണ്ടതെല്ലാം ഉമ്മർ സാഹിബ് കൊടുത്തു. അവൾ എന്താണ് ആവശ്യപ്പെടുന്നത്, അവൾ എന്താണ് മനസ്സിൽ കാണുന്നത്, അവയെല്ലാം അവൾ സ്കൂളിലേക്ക് പോകുമ്പോഴും കോളേജിലേക്ക് പോകുമ്പോഴും ഏറ്റവും വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ, അതെ, ഒരു പ്രാവശ്യം ഇട്ടത് മറ്റൊരു പ്രാവശ്യം ഇടാറില്ല. ഒരു ദിവസം ഉപയോഗിച്ച ബാഗ് മറ്റൊരു ദിവസം ഉപയോഗിച്ചില്ല. അതുപോലെ തന്നെ ചെരുപ്പുകൾ, മനോഹരമായ ചെരുപ്പുകൾ, വളകൾ, അങ്ങനെ ഓരോ ദിവസം ഓരോ വിധത്തിലുള്ള ഫാഷൻ ഷോ പോലെയായിരുന്നു അവൾ സ്കൂളിലേക്കും കോളേജിലേക്കും പോയിരുന്നത്. അതിന് വേണ്ടതെല്ലാം അതെ ആ പിതാവ് അവൾക്ക് വേണ്ട രീതിയിൽ കൊടുക്കുകയും ചെയ്തു. അതുമാത്രമല്ല, ഫ്രണ്ട്സുകളുടെ കൂടെ ഇടയ്ക്കിടെ പുറത്തേക്ക് ഫുഡ് കഴിക്കാൻ പോകലും അതൊക്കെ അവൾക്കൊരു ഹോബിയായി. അതെ, അവളുടെ കുറച്ച് ഫ്രണ്ട്സുകളുണ്ട്. അവൾ നൂർജഹാൻ്റെ കൂടെ അവരെല്ലാവരും ഒരുമിച്ച് കൂടുമ്പോൾ അവൾക്ക് വല്ലാത്ത സന്തോഷമാണ്. അവർക്ക് വേണ്ട ഫുഡും കാര്യങ്ങളും എല്ലാം ഇഷ്ടത്തിനനുസരിച്ച് അവൾ വാങ്ങി നൽകി. പണമായിട്ട് ഒരുപാട് സഹായങ്ങളും അങ്ങനെയും അവൾ നൽകും. അങ്ങനെ ഇരിക്കെ അവൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അവൾക്ക് ഒരു വിവാഹാലോചന വരികയാണ്. അന്ന് ഉമ്മർ സാഹിബ് മോളെ വിളിച്ചു. മോളെ. ആ, എന്താ ബാപ്പ? മോളെ, മോൾക്ക് ഒരു വിവാഹാലോചന വരുന്നുണ്ട്. ബാപ്പ, എനിക്കോ? ഇപ്പം തന്നെ എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ പഠിക്കുകയാണ്. ഈ ഒരു സമയത്ത് തന്നെ എന്നെ വിവാഹം കഴിപ്പിച്ച് വിടുകയാണോ? മോളെ, പഠനം കല്യാണത്തിന് ശേഷവും ആവാലോ. ബാപ്പാക്ക് ഭയം തോന്നുന്നു. ഉമ്മയില്ലാത്ത കുട്ടിയായ നിന്നെ ഞാൻ ഇതുവരെ സന്തോഷത്തോടു കൂടി വളർത്തി. ഇനിയൊരു പക്ഷേ ഞാനും നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എൻ്റെ കുട്ടിക്ക് ആരാ ഉണ്ടാവുക? അതെ, ബാപ്പാൻ്റെ കണ്ണടയുന്നതിന് മുമ്പ് ഒരാളുടെ കൈകളിൽ പിടിച്ച് മോളെ നിന്നെ ഏൽപ്പിക്കണം. എന്നാൽ അതാ അഹങ്കാരിയായ മകൾ പറയുകയാണ്, ബാപ്പാ, എനിക്കിപ്പോൾ കല്യാണം നമ്മൾ വേണ്ട. നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? എനിക്ക് ഒന്നുകൂടെ എൻജോയ്മെൻറ്റ് ചെയ്യണം എൻ്റെ ഫ്രണ്ട്സുകളുടെ കൂടെ. മോളെ, നമ്മൾക്ക് പാകത്തിന് ഫ്രണ്ട്സുകളോട് എൻജോയ്മെൻറ്റ് ചെയ്താൽ മതി. നീ കൂടുതലാകുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് വിവരം കിട്ടുന്നുണ്ട്. കാരണം നീ ആൺ സുഹൃത്തുക്കൾക്കിടയിലും പെൺ സുഹൃത്തുക്കൾക്കിടയിലും ഒരു തടസ്സമില്ലാത്ത രീതിയിൽ എൻജോയ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മോളെ, അത് വലിയ അപകടങ്ങളിലേക്ക് നയിക്കും. എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു പുതിയാപ്ലച്ചക്കനെ കണ്ടുപിടിക്കുന്നുണ്ട്. ബാപ്പാ, അപ്പോൾ എൻ്റെ സന്തോഷങ്ങളെല്ലാം കെട്ടടങ്ങൂലേ? എങ്ങനെ മോളെ, നിനക്ക് നല്ലൊരു ജീവിതമാണ് ലഭിക്കാൻ പോകുന്നത്. നല്ലൊരു ഭർത്താവിനെ ഉപ്പ നിനക്ക് വേണ്ടി കണ്ടുവെക്കുന്നുണ്ട്. പൊന്നു മോളെ, മോള് സമ്മതിക്കണം. ബാപ്പാ, ഇത് വല്ലാത്തൊരു ശല്യമായല്ലോ. അതെ, അഹങ്കാരത്തോടെ അവൾ ചവിട്ടുമതിച്ച് ഉപ്പയുടെ മുമ്പിലൂടെ അങ്ങ് നടന്നുപോയി. വിലപിടിപ്പുള്ള വസ്ത്രങ്ങളും ചെരുപ്പുകളും എല്ലാം ധരിച്ച് പുതിയ ഐറ്റംസ് ഫോണിലൂടെ സംസാരിച്ചുകൊണ്ടും അവൾ കോളേജിലൂടെ നടക്കുമ്പോൾ ഏതൊരാണും അവളെ നോക്കിപ്പോകും. അത് ശരിക്കും അവൾ വരുമ്പോൾ തന്നെ വല്ലാത്തൊരു സുഗന്ധം ആ വഴി പടർന്നു വരും. കാരണം അത്രക്കും വിലപിടിപ്പുള്ള സ്പ്രേകളും അത്തറുകളുമാണ് അവൾ ധരിച്ചിരിക്കുന്നത്. അതാ നൂർജഹാൻ വരുന്നുണ്ട്. നൂർജഹാൻ വരുമ്പോൾ അത് അവളുടെ കാലിലെ ചെരുപ്പ് കണ്ടോ? പാദസരം കണ്ടോ? അവളുടെ ഡ്രസ്സുകൾ കണ്ടോ? വിലപിടിപ്പുള്ള മുത്തും കല്ലും പട്ടും എല്ലാം പതിപ്പിച്ച് ചേർത്ത രീതിയിലുള്ള ഡ്രസ്സുകൾ ശരിക്കും ആരും നോക്കിപ്പോകും. അതുകൊണ്ട് തന്നെ ആ കോളേജിലെ ചെക്കന്മാരെല്ലാം അവളെ നോട്ടമിട്ട് തുടങ്ങി. ഓ, ഇവളെങ്ങാനും കെട്ടിക്കഴിഞ്ഞാൽ അത് വല്ലാത്ത ഭാഗ്യമായിരിക്കും. പക്ഷേ അവൾ ആർക്കും നോട്ടത്തിന് വക കൊടുത്തില്ല. അവൾ അതൊന്നും മൈൻഡ് ചെയ്യില്ല. അവൾക്ക് എല്ലാവരെയും പുച്ഛമായിരുന്നു. ഹോ, എന്നെ നോക്കാൻ പോലും ഇവർക്കൊന്നും യോഗ്യതയില്ല. അവർക്ക് എന്ത് കരുതിയിട്ടാ എന്നെ നോക്കി നിൽക്കുന്നത്? കോളേജിലെ ചെക്കന്മാരെല്ലാം നോക്കുമ്പോൾ അവൾ പുച്ഛത്തോടു കൂടി അവരെ നോക്കിക്കൊണ്ട് പോകും. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം വീണ്ടും പിതാവ് ആവശ്യപ്പെടുകയാണ്, പൊന്നു മോളെ, നമുക്ക് കല്യാണത്തിൻ്റെ കാര്യത്തിലേക്ക് കടന്നാലോ മോളെ? കാരണം എനിക്ക് ഭയം തോന്നുന്നു. ഇവിടെ എത്രയോ വലിയ പാലസാണ് നമ്മുടേത്, വലിയ കൊട്ടാരമാണ്. ശരിയാണ്, പക്ഷേ നിന്നെ വിവാഹം കഴിപ്പിച്ചാൽ എനിക്ക് അതൊക്കെ നോക്കുവാൻ കൂടി ഒരു ഉത്തരവാദി ആവുമല്ലോ. നിങ്ങൾക്ക് വേണ്ടി തരാമല്ലോ എന്ന് കരുതിയിട്ടാണ്. അല്ലാതെ ഈ ഒരൊറ്റ മോളെയും കൊണ്ട് ഇത്രയും വലിയ സമ്പത്തിൽ ഞാൻ ജീവിക്കേണ്ട എന്ത് കാര്യമാണ്? എൻ്റെ മോൾക്കൊരു ഭർത്താവ് ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായും അത് നല്ലൊരു കാര്യമായിരിക്കും. അതിന് പറ്റിയൊരു യുവാവിനെ ഞാൻ കണ്ടിട്ടുണ്ട്.
എന്താ ബാപ്പ നിങ്ങളീ പറയുന്നത്? വീണ്ടും അവൾ ബാപ്പയോട് പറയുകയായിരുന്നു. എന്നാൽ ബാപ്പയുടെ നിർബന്ധത്തിനനുസരിച്ച് മനമില്ലാ മനസ്സോടെ അവൾ ആ വിവാഹത്തിന് സമ്മതം മൂളുകയായിരുന്നു. എന്നാൽ അവളെ കാണാൻ വരുന്നത് ഒരു ഡോക്ടറാണ് എന്നറിഞ്ഞപ്പോൾ അവൾ പിന്നീട് എതിർപ്പൊന്നും പ്രകടിപ്പിച്ചില്ല. എന്തായാലും ഒരു ഡോക്ടറാണല്ലോ, പറയുന്നതിനൊരു ഡിമാൻഡ് ഉണ്ടല്ലോ. എൻ്റെ ഫ്രണ്ട്സുകളോടൊക്കെ പറയാലോ എന്നൊരു ഡോക്ടറാണ് കല്യാണം കഴിക്കുന്നതെന്ന്. അത് ശരിക്കും നല്ലൊരു കാര്യം തന്നെയാണല്ലോ. അവൾ ബാപ്പാക്ക് സമ്മതം കൊടുത്തു. അങ്ങനെയത് അവളെ കാണുവാൻ വേണ്ടി ഒരു ഡോക്ടർ വരുന്നു. വളരെയധികം സുന്ദരനായ സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ. അത് ശരിക്കും ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ആരും ഒന്ന് നോക്കിപ്പോകും. ആ രീതിയിലുള്ള സുന്ദരനായ ഒരു ചെറുപ്പക്കാരനായിരുന്നു അവളെ കാണുവാൻ വേണ്ടി വന്നത്. എന്നാൽ ആ വലിയ കൊട്ടാരത്തിലേക്ക് അവൻ കടന്നു വന്നു. നേരെ അതാ നൂർജഹാനെ കണ്ടു. നൂർജഹാൻ ചായയുമായി അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് ചെന്നു. അവളെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. തിരിച്ചും അങ്ങനെ തന്നെ നൂർജഹാനും അയാളെ ഒത്തിരി ഇഷ്ടമായി. നല്ല ഭംഗിയുള്ള നല്ലൊരു ഉഷാറുള്ള ഒരു ഡോക്ടറാണ് തന്നെ കാണാൻ വന്നിരിക്കുന്നത്. അതെ, എന്നാൽ പിന്നീട് അവരുടെ കുടുംബങ്ങളും ഉമ്മയും ഉപ്പയും 2 പെങ്ങന്മാരും കാണാൻ വന്നു. എന്നാൽ ഉമ്മയും ഉപ്പയും പെങ്ങന്മാരും കാണാൻ വന്നപ്പോൾ അത് നൂർജഹാന് വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്താപ്പോൾ അവരുടെ ഡ്രസ്സിൻ്റെ ഒക്കെ ഒരു കോലം. എൻ്റെ ഡ്രസ്സ് കണ്ടില്ല, എത്ര വിലപിടിപ്പുള്ള ഡ്രസ്സാണ്. ഇത്രയും വിലപിടിപ്പുള്ള ഡ്രസ്സുകൾ അണിയുന്ന എന്നെ കാണാനാണോ ഇവർ വന്നിട്ടുള്ള? ഡോക്ടർ കുഴപ്പമില്ല, മൂപ്പര് കാണാനും മനുഷ്യനാണ്, നല്ല ലുക്കുണ്ട്. പക്ഷെ ഇവർ ശരിക്കും അവരെ കണ്ടപ്പോൾ അവൾ മുഖം ചുളിച്ചു. എങ്കിലും അവളെ കണ്ട് ഇഷ്ടപ്പെട്ട് അവർ മിഠായി എല്ലാം നൽകി തിരികെ പോകുന്നു. എന്നാൽ അവൾ നൂർജഹാൻ ആ മിഠായി എടുത്ത് ദൂരേക്ക് എറിയുകയായിരുന്നു. അവർ പോയതിനു ശേഷം, മോളെ എന്തൊക്കെയാ മോളെ നീ ചെയ്യുന്നത്? അത് ശരിക്കും ഉമ്മർ സാഹിബിന് അത് കണ്ട് വിഷമമായി. ബാപ്പാ ശരിയാണ്, ഡോക്ടർ കുടുംബങ്ങൾ അത്ര പോരാ, അവർ നല്ല ഡ്രസ്സല്ല ധരിച്ചിരിക്കുന്നത്. അവരുടെ ഡ്രസ്സുകളൊക്കെ എന്താ അങ്ങനെ തീരെ ഒരു വിലപിടിപ്പില്ലാത്ത ഡ്രസ്സുകളൊക്കെ? മോളെ അതെന്തിനാ നമ്മൾ നോക്കുന്നത്? നമുക്ക് നമ്മുടെ കാര്യം നോക്കിയാൽ പോരെ. മോള് ദയവായി ഒന്നും പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ലേ. അങ്ങനെ അതാ നാട്ടാരറിയുന്ന വലിയൊരു കല്യാണം അതാ അവിടെ അരങ്ങേറുകയാണ്. കല്യാണപ്പന്തൽ അതീവമായ വളരെയധികം ഭംഗിയോടുകൂടി എല്ലാം സെറ്റാക്കി അവിടെ അതാ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നു നമ്മുടെ നൂർജഹാന്. ശരിക്കും ഒരു ഓറിലിനെ പോലെ തോന്നുന്ന അവളുടെ ആ ഒരു സൗന്ദര്യവും അവളുടെ ആ ഡ്രസ്സും കാര്യങ്ങളും എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. മണവാളനായി അതാ കയറിക്കൊണ്ട് ഫാസിൽ ഫിറോസ് അങ്ങോട്ട് കടന്നു വരുന്നു. ഫാസിൽ ഫിറോസ് എന്നു പേരുള്ള ആ ഒരു ഡോക്ടറെ എല്ലാവരും ഒരു നിമിഷം നോക്കി. അതെ, നൂർജഹാൻ അനുസരിച്ച് സുന്ദരൻ തന്നെയാണ്, നല്ല തലയെടുപ്പും നല്ല ഭംഗിയുമുള്ള നല്ലൊരു ഡോക്ടർ തന്നെയാണല്ലോ അത്. വളരെയധികം അത്ഭുതത്തോടെ എല്ലാവരും ആ കല്യാണം നോക്കിക്കണ്ടു. ആ കല്യാണത്തിനാണെങ്കിൽ ഒരുപാട് ഐറ്റംസ് ഫുഡും കാര്യങ്ങളും എന്തൊക്കെ ഈ ലോകത്തിൽ ഉണ്ടാക്കാൻ പറ്റും ആ രീതിയിലുള്ള എല്ലാ ഫുഡും വേണമെന്ന് ഉമ്മർ സാഹിബിന് നിർബന്ധമായിരുന്നു. ഉമ്മർ സാഹിബിന് ഒരേ ഒരു മകളാണ്, അതുകൊണ്ട് തന്നെ ഒട്ടും കുറവ് വരുത്തരുത് എന്നതായിരുന്നു ആ പിതാവിൻ്റെയും ആവശ്യം. അങ്ങനെ അതാ വളരെയധികം നല്ല രീതിയിൽ ആ വിവാഹം നടന്നു കഴിഞ്ഞു. മകളെ നിക്കാഹ് ചെയ്തു കൊടുത്തു. അങ്ങനെ അതാ അവളെ ഡോക്ടർ കൊണ്ടുപോവുകയാണ്. ഡോക്ടറുടെ പെങ്ങന്മാരും വേറെ ബന്ധുക്കളുമെല്ലാം അവർ ഒരുമിച്ച് അതാ നേരെ അവരുടെ ആ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ ഡോക്ടറുടെ വീടെത്തിയിട്ട് നൂർജഹാൻ ഒന്ന് നോക്കിയപ്പോൾ ശരിക്കും അവൾ അത്ഭുതപ്പെടുകയായിരുന്നു. അത്രക്കും വലിയ കൊട്ടാരത്തിൽ കഴിഞ്ഞിരുന്ന ഞാൻ ഈ ചെറിയ വീട്ടിലേക്കാണോ വന്നത്? അത് ചുറ്റുഭാഗത്തുമായിട്ടും കൃഷിയും കാര്യങ്ങളും ഒക്കെയുള്ള ഒരു സാധാരണ ഒരു ഓടിട്ട മാളികപ്പുര, അല്ലാതെ ഒരുപാട് ആഡംബരങ്ങളോ ഒന്നുമില്ലാതെ. അവൾ ശരിക്കും ഞെട്ടിപ്പോയി. എന്തൊരു അത്ഭുതമാണിത്, എന്തിത് സംഭവിച്ചത്, ഞാൻ ചതിക്കപ്പെട്ടോ എന്നിവര് തോന്നിപ്പോയി. അങ്ങനെ അതാ മണിയറയിലേക്ക് ആ രാത്രി അവളെ കൊണ്ടുവന്നു. എന്നാൽ സ്നേഹത്തോടെ ഫാസിൽ പറഞ്ഞു, മോളെ നൂർജഹാൻ, നിൻ്റെ വീടിൻ്റെ സൗകര്യം വെച്ച് നോക്കുകയാണെങ്കിലും ഇവിടെ വെച്ച് നോക്കുകയാണെങ്കിലും ഇതെല്ലാം പരിമിതമായിരിക്കും. പക്ഷേ എൻ്റെ ഉമ്മയുണ്ട് ഈ വീട്ടിൽ, നിനക്ക് എല്ലാ ഭക്ഷണങ്ങളും ഉണ്ടാക്കി തരുവാനും എല്ലാത്തിനും. പിന്നെ എൻ്റെ പിതാവുണ്ട്, ഞങ്ങൾ കൃഷിക്കാരായതുകൊണ്ട് തന്നെ അതിൻ്റേതായ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങളെപ്പോലെ കൊട്ടാരത്തിൽ കഴിയുന്ന പോലെ ആയിരിക്കില്ല, എങ്കിലും നിനക്ക് സമാധാനത്തോടു കൂടി സന്തോഷത്തോടു കൂടി ഇവിടെ ജീവിക്കാം. എൻ്റെ ഉമ്മയും ഉപ്പയും അത്രക്കും നിന്നെ സ്നേഹിക്കും, പെങ്ങന്മാർക്കും നിന്നെ ഒത്തിരി ഇഷ്ടമായിരിക്കും. എന്നാൽ അത് കേട്ട് അവൾക്ക് ദേഷ്യവും സങ്കടവുമാണ് വന്നത്. അവൾ എന്നാൽ
കല്യാണത്തിൻ്റെ ആദ്യ രാത്രി കാര്യമായിട്ട് ഫാസിലിനോട് അങ്ങനെയൊന്നും മിണ്ടുകയോ പറയുകയോ ഒന്നും ചെയ്തില്ല. ഫാസിൽ അവളെ സമാധാനിപ്പിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ അതാ പിറ്റേന്ന് നമ്മുടെ ഡോക്ടർ ഫാസിൽ ഫിറോസ് അതാ ഹോസ്പിറ്റലിലേക്ക് പോകുവാനുള്ള ഒരുക്കങ്ങൾ. എന്നാൽ ആ ഉമ്മ പറഞ്ഞു, മോനെ ഫാസിൽ, ഇന്ന് മോൻ ഹോസ്പിറ്റലിൽ പോകണ്ട. നൂർജഹാൻ വന്ന് കയറിയതല്ലേ ഉള്ളൂ. അവൾക്കൊന്ന് പരിചയമാവോളം ഒന്ന് അവളുടെ കൂടെ നിന്നോ കുറച്ച് ദിവസം ട്ടോ, എന്നിട്ടൊക്കെ ഒന്ന് പരിചയമായിട്ടൊക്കെ പോകാം ട്ടോ. അങ്ങനെ അതാ നൂർജഹാൻ നേരെ അതാ ഫാസിൽ പറഞ്ഞു, മോളെ നൂർജഹാൻ അടുക്കളയിലേക്കൊന്ന് പോയി നോക്കൂ, ഉമ്മ അവിടെയുണ്ട്. നേരെ നൂർജഹാൻ അതാ അടുക്കളയിലെത്തിയപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. വിറകടുപ്പോ? വിറകടുപ്പിലാണോ ഇവിടെ പാചകം ചെയ്യുന്നത്? അതും കരി പുരണ്ട ഈ അടുക്കള. അവൾ അതെല്ലാം കണ്ട് അവൾക്ക് തലവേദന തോന്നി. എന്നാൽ തലേ ദിവസം അതെ ഫാസിൽ അവളോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിരുന്നു. പക്ഷേ അവൾക്ക് ആദ്യ രാത്രി മണിയറയിൽ ഇരുന്നപ്പോൾ തന്നെ ആകപ്പാട് അസ്വസ്ഥത തോന്നി. എന്താ ഇവിടെ എ സി ഇല്ലാത്തേ? എ സി ഇല്ലാതെ ഞാൻ എങ്ങനെ ഇവിടെ ജീവിക്കുക? എനിക്ക് കഴിയുന്നില്ലല്ലോ, എൻ്റെ ശരീരം വല്ലാതെ വേർക്കുന്നുണ്ടല്ലോ. നൂർജഹാൻ, ഇവിടെ നല്ല വയലിൻ്റെ തൊട്ടടുത്തായിട്ട് ഈ ജനൽ തുറന്നു വെച്ചാൽ തന്നെ നല്ല കാറ്റ് അടിച്ചു വീശും. അതുമാത്രമല്ല, ഈ രീതിയിലുള്ളൊരു ഫാന് കൂടി ആകുമ്പോൾ അത് ഏറ്റവും സുഖകരമായ ഉറക്കമാണ് ഇവിടെ ലഭിക്കുക. അല്ലാതെ എ സി എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് സമയം അടച്ചിട്ടാൽ നമുക്ക് തൊണ്ടവേദനയും ഇതൊക്കെ വരും. അല്ലെങ്കിൽ പിന്നെ വിശാലമായ റൂം അതൊക്കെ വേണം. എന്നാലും ഈ ഒരു കുടിസുമുറിയിൽ ഞാൻ എങ്ങനെ കഴിയാനാ? മോളെ, ഇവിടെ നല്ല സമാധാനമാണ്, സന്തോഷമാണ്, നിനക്കൊന്നും ഉണ്ടാവില്ല. എന്നാൽ തലേ ദിവസം രാത്രി ഭർത്താവ് പറഞ്ഞ കാര്യങ്ങൾ അവൾക്ക് ഉൾക്കൊള്ളാൻ തന്നെ കഴിഞ്ഞില്ല. എ സി ഇല്ലാതെ ഞാനിവിടെ നിൽക്കൂല, എനിക്കാവില്ല എന്നതായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ അടുക്കള കൂടി കണ്ടതോടുകൂടി അതാ നൂർജഹാന് വല്ലാത്ത ഒരു പ്രയാസങ്ങൾ തോന്നുകയാണ്. ഈ അടുക്കളൊക്കെ കണ്ടിട്ട് എനിക്ക് എന്തൊക്കെയാവുന്നു. മോളെ ഭക്ഷണം കഴിച്ചോ മോളെ? ഇതാ സ്നേഹത്തോടെ ആ ഉമ്മ അവൾക്ക് ചായയും കടിയും എല്ലാം നൽകി. ഇതെന്ത് കടിയാണ്? അയ്യേ, ഞാനിതൊന്നും കഴിക്കാറില്ല, എനിക്ക് ഫാസ്റ്റ് ഫുഡാണ് ഇഷ്ടം. ഇതൊക്കെ എനിക്ക് ഡ്രൈ ഫ്രൂട്ട്സും അതുപോലെ അതിലേക്കുള്ള ഡ്രിങ്ക് കാര്യങ്ങൾ അങ്ങനെയുള്ളത് ഫസ്റ്റ് ടൈം. പിന്നെ ഈ ദോശയും കറിയൊന്നും ഞാൻ കഴിക്കാറില്ല. ഇതൊക്കെ എന്താ? ഇതൊന്നും എനിക്കിഷ്ടമല്ല. എനിക്ക് നല്ല ഫാസ്റ്റ് ഫുഡ് മാത്രമേ ഞാൻ കഴിക്കൂ. അവളതെല്ലാം തട്ടി മാറ്റുകയായിരുന്നു. ആ ഉമ്മാക്ക് അത് വല്ലാത്തൊരു സങ്കടം തോന്നി. മോളെ, അതൊക്കെ ശീലമായിക്കോളും, ഇതൊക്കെയല്ലേ നല്ലത്. കണ്ട നല്ല വെജിറ്റബിളാണ്, ഇവിടുത്തെ തോട്ടത്തിൽ നിന്ന് അരിഞ്ഞെടുത്ത നല്ല ഇലക്കറികളും പച്ചക്കറികളും എല്ലാം ചേർത്ത് വെജിറ്റബിളും സാലഡും എല്ലാം ഇതിലുണ്ട് മോളെ. പിന്നെ മോന് ഫാസിൽ ഡോക്ടർ, അവനറിയാലോ ഇതിൽ എന്തൊക്കെയാണ് നല്ലതാണെന്നുള്ളത്. പാലുണ്ട്, പയറ് വർഗ്ഗങ്ങളുണ്ട്, ആവശ്യത്തിന് എല്ലാ വൈറ്റമിൻസ് ലഭിക്കുന്ന എല്ലാ സംഭവങ്ങളും ഇവിടെയുണ്ട്. പൊന്നു മക്കളെ, നിങ്ങൾ ഇത് കഴിക്കേ എന്ന് പറഞ്ഞു. അങ്ങനെ അതാ ഫാസിലും അവളും കൂടെ ഭക്ഷണം കഴിക്കുമ്പോൾ അവളുടെ മുഖം വല്ലാതെ വീർത്ത് കെട്ടിയിരുന്നു. ഇതൊന്നും എനിക്കിഷ്ടമല്ല, എനിക്ക് വീട് വരെ ഒന്ന് പോകണം. എന്തിനാ മോളെ? അതെ, എനിക്ക് വീട് വരെ പോകണം. അവർ തുന്നിത്തന്ന ആ ഒരു ചുരിദാർ, അതെ, അവർ തയ്യൽ പണിയും അറിയുന്നതായിരുന്നു ആ ഉമ്മക്ക്. അതുകൊണ്ട് തന്നെ അവൾക്ക് വീട്ടിൽ നിന്നുണ്ടാ നല്ല കോട്ടൺ ചുരിദാറായിരുന്നു അവർ തുന്നിക്കൊടുത്തിരുന്നത്. ആ ചുരിദാർ ഇട്ടപ്പോൾ തന്നെ അവൾക്ക് എന്തൊക്കെയോ അയ്യേ, ഇതെന്ത് ഡ്രസ്സാച്ചേ, ഇതൊക്കെ പഴഞ്ചൻ ആളുകൾ ഇടുന്നതല്ലേ ഈ ചുരിദാറും ഷാളും ഒക്കെ. അയ്യേ, ഞാനിതൊന്നും ഇടാറില്ല. അവൾ അന്ന് തന്നെ അതാ വീട്ടിലേക്ക് പോകണമെന്ന് വാശി പിടിച്ചു. അപ്പോൾ തന്നെ അവൾ പിതാവിനെ വിളിച്ചു പറഞ്ഞു, ഉപ്പാ, എൻ്റെ ഡ്രസ്സുകളെല്ലാം നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന് തരണം. എനിക്കിവിടുത്തെ ഡ്രസ്സ് കംഫർട്ട് ഉപ്പാ, ഞാൻ ധരിച്ചിരുന്ന ഡ്രസ്സുകൾ വേണം. അവൾ നേരെ ഉപ്പാക്ക് വിളിച്ചു. എന്നാൽ അവിടെയുള്ളൊരു ജോലിക്കാരൻ്റെ അടുത്ത് അവളുടെ ഡ്രസ്സുകളും ആഭരണങ്ങളും ഓർണമെൻസുകളും എല്ലാം കൊടുത്തയച്ചു. അതെ, അവൾ അപ്പോൾ തന്നെ ഫ്രഷായി ഡ്രസ്സ് ധരിച്ചു. ശരിക്കും ആ ഉമ്മയെയും പെങ്ങന്മാരെയും ഉപ്പയെയും ഫാസിൽ ഡോക്ടറെ ഞെട്ടിക്കുന്നതായിരുന്നു അവളുടെ വസ്ത്രധാരണ രീതി. അതെ, നല്ല ടൈറ്റുള്ള ചെറിയ 3/4 പോലുള്ള പാൻറ്റും, അത് ശരിക്ക് കൈകളും കക്ഷവുമെല്ലാം കഴുത്തുമെല്ലാം കാണുന്ന ചെറിയ ഡ്രസ്സും. എന്നാൽ ഫാസിലിന് അത് കണ്ടപ്പോൾ വല്ലാത്ത പ്രയാസം തോന്നി. നൂർജഹാൻ, എന്താ ഇത്? നീ ഫാഷൻ ഷോക്ക് പോവുകയാണോ? അല്പം മാന്യതയോടുള്ള വസ്ത്രങ്ങൾ ധരിച്ചൂടെ? ഉമ്മ നിനക്ക് തുന്നിത്തന്ന ആ ഒരു ചുരിദാറിന് എന്താ കുഴപ്പം? നല്ല ഭംഗിയുണ്ടല്ലോ, നീ അതിട്ടിട്ട്. അയ്യേ, എനിക്കൊന്നും വേണ്ട, ഞാൻ അങ്ങോട്ടൊന്നും ധരിക്കാറേ ഇല്ല. എന്താ ഇത്, ഞാൻ പഴഞ്ചനോ? എനിക്ക് ഈ രീതിയിലുള്ള മോഡേൺ ഡ്രസ്സുകളെ ഞാൻ ധരിക്കുള്ളൂ. എന്നാൽ ഫാസിൽ പറഞ്ഞു,
പെണ്ണെ, നിന്നോട് അല്പം ഞാൻ സ്നേഹം ഉണ്ടായിട്ട് പറയാണ്, നീ മോഡേൺ ഡ്രസ്സുകൾ ധരിക്കുന്നതിൽ കുഴപ്പമില്ല, പക്ഷേ അത് എൻ്റെ ബെഡ്റൂമിൽ മാത്രമാവണം. ഒരിക്കൽ പോലും പൊതുവായി ഇതിങ്ങനെ ഇട്ട് നടക്കുന്ന എനിക്കിഷ്ടമല്ല. ഇങ്ങനെ പാടില്ല, നമ്മൾ മുസ്ലിങ്ങളാണ്. നീ ഇങ്ങനെ കൈകൾ മുഴുവനും കക്ഷവും വയറും പുറവുമെല്ലാം കാണിച്ചുകൊണ്ട് ഇങ്ങനെ ചെറിയ ഡ്രസ്സ് ഇട്ട് നടന്നാൽ അതൊരു മോശമല്ലേ? നമ്മളെ ദീനിനെ ഒന്ന് ബഹുമാനിക്കണ്ടേ? എന്താ നിനക്ക്? നീ എന്താ ഇങ്ങനെ? അതെ, ഞാൻ എൻ്റെ ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ധരിക്കും, അല്ലാതെ നിങ്ങൾ ഇതിൽ ഇടപെടേണ്ട ഒരാവശ്യമില്ല. മോളെ, അത് ചെയ്യുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. നിൻ്റെ ഭർത്താവ് എന്ന രീതിയിൽ ഞാൻ പറയുകയാണ്. എൻ്റെ ബെഡ്റൂമിൽ നിനക്ക് എങ്ങനെ വേണമെങ്കിലും അണിഞ്ഞൊരുങ്ങാം, ചെറിയ ഡ്രസ്സുകൾ ഇടാം, അതെനിക്ക് കാണാൻ വേണ്ടി മാത്രം. പക്ഷേ നാട്ടുകാർ കാണുവാനും പുറം ലോകം കാണുവാനും നീ അതിനിടയ്ക്ക് സെൽഫികളും ഓരോ ഫോട്ടോകളും എടുത്ത് പോസ്റ്റ് ചെയ്യും ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലൊന്നും വൈറലാവാനും വേണ്ടിയിട്ട്, ഒരിക്കലും ലൈക്കിന് വേണ്ടിയിട്ട് ഇതുപോലെ ഡ്രസ്സുകൾ, മോശമായ ഡ്രസ്സുകൾ നീ ഇടരുത്. എൻ്റെ അപേക്ഷയാണ്. ഫാസിൽ ഡോക്ടർ അത് പറഞ്ഞത് അവൾക്ക് തീരെ അങ്ങ് പറ്റിയില്ല. എന്തൊരു കഷ്ടമാണിത്. സ്വാതന്ത്ര്യത്തോടെ ഒരു ജീവിക്കാൻ സമ്മതിക്കൂല അല്ലേ? അതെ, അവൾക്ക് ശരിക്കും ഫാസിലിൻ്റെ വീട് വളരെയധികം മോശമായത് തോന്നി. ഈ ഒരു ഇരുട്ടറയിൽ നിന്ന് രക്ഷപ്പെട്ടാൽ തന്നെ മതിയായിരുന്നു. അപ്പുറത്ത് ആട് കരയുന്ന ശബ്ദം, ഒരു ഭാഗത്ത് പോത്ത് കരയുന്ന ശബ്ദം, ഒരു ഭാഗത്താണ് കോഴികളുടെ ഒച്ചപ്പാട്. അയ്യേ, എനിക്കൊരു സ്വസ്ഥതയും സമാധാനവും കിട്ടാത്തൊരു പഴയ മാളിക വീട്. എൻ്റെ ബാപ്പ ചെയ്തത് വല്ലാത്ത ചതിയായിപ്പോയി. അതെ, ഡോക്ടറാണെന്ന് പറഞ്ഞ് ഇങ്ങോട്ടാണ് കെട്ടിച്ചത്. എന്നാൽ ആ ഉമ്മ അവളോട് ഉപദേശിച്ചു, മോളെ, നമ്മൾക്കിവിടെ ശരിയാണ്, കൃഷിയും കാര്യങ്ങളൊക്കെയാണ്, മോനെ പഠിപ്പിച്ച് ഡോക്ടറാക്കി, അത് ശരി തന്നെയാണ്. എങ്കിലും പഴമയുടെ രീതിയിൽ തന്നെയാണ് ഞങ്ങൾ പോകുന്നത്. അതായത് കൂടുതൽ ആഡംബരം ഇല്ലാതെ ഒരു പാകത്തെ രീതിയിൽ. കണ്ടില്ലേ എൻ്റെ പെൺമക്കൾ, അവൾ നല്ല രീതിയിൽ രണ്ടുപേരും ചുരിദാറൊക്കെ ഇട്ട് തട്ടമിട്ടാണ് നടക്കുന്നത്. പൊന്നുമോളെ, നമ്മുടെ നന്മയ്ക്ക് വേണ്ടി നമുക്ക് മരിച്ചു പോകേണ്ടതല്ലേ? അതിന് വേണ്ടിയിട്ട് പൊന്നുമോളെ, നീ നല്ല ഡ്രസ്സ് ധരിക്കണം കേട്ടോ. ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഫാസിൽ മോൻ്റെ റൂമിൽ നീ എന്ത് വേണേൽ ചെയ്തോ, പുറത്തിറങ്ങുമ്പോഴൊന്നും. എന്നാൽ ആ ഉമ്മയോട് പറയുകയാണ്, അതെ, നിങ്ങൾ എന്നെ പഠിപ്പിക്കണ്ട, എനിക്കിവിടെ വീർപ്പ് മുട്ടുകയാണ്. നിങ്ങളുടെ ഈ കരി നിറഞ്ഞ അടുക്കളയും AC ഇല്ലാത്ത വീടും മര്യാദക്കൊരു ഡ്രസ്സ് പോലും നല്ലത് ധരിക്കാൻ സമ്മതിക്കാത്ത ആളുകളും എല്ലാം കൂടി ആലോചിച്ചിട്ട് എനിക്കാകെ വിഷമം തോന്നുകയാണ്. എനിക്ക് വേണ്ടില്ലായിരുന്നത്, ഞാൻ എങ്ങനെയോ പെട്ടുപോയി. മോളെ, അങ്ങനെ പറയല്ലേ. ഫാസിൽ മോൻ ഞങ്ങൾ ഒരേ ഒരു മോനാണ്, നല്ല മോനാണ്, നല്ല സ്വഭാവത്തിനുടമയാണ്. മോളെ നഷ്ടപ്പെടുത്തരുത്. നഷ്ടപ്പെടുത്തു കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു വിഷമമായിരിക്കും. അവൾക്കാകെ ദേഷ്യം വരികയാണ്. ഇനി ഒരിക്കലും ആവില്ല ഇങ്ങനെയൊന്നും, എനിക്കിഷ്ടമല്ല. അവൾ വളരെയധികം ദേഷ്യപ്പെട്ടു. രാത്രി ഫാസിലിനോടും അവൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ അവൾ ദേഷ്യം പിടിക്കും. എന്നാൽ ഒരിക്കൽ വീട്ടിലേക്ക് വിരുന്ന് പോയപ്പോൾ അവൾ ബാപ്പയോട് പറഞ്ഞു, ബാപ്പാ, ഫാസിലിൻ്റെ കൂടെ ജീവിക്കാൻ എന്നെക്കൊണ്ടാവില്ല. അവരുടെ ആ ഇരുട്ടറകളിൽ എനിക്ക് കഴിയുന്നില്ല. AC ഇല്ല, അവിടെ വിറകടുപ്പാണ് അവർ യൂസ് ചെയ്യുന്നത്. മോളെ, അതൊക്കെ ശീലമാകുന്നത് നല്ലതല്ലേ? അതൊക്കെ തന്നെയല്ലേ നല്ലത്. അതെ, നിങ്ങളത് പറഞ്ഞിട്ട് കാര്യമില്ല, എന്നെക്കൊണ്ട് കഴിയില്ല, എനിക്കത് കഴിയില്ല. എന്നെ ശരിക്കും നല്ല ഡ്രസ്സ് പോലും അവർ സമ്മതിക്കുന്നില്ല. മോളെ, നിൻ്റെ ചെറിയ ചെറിയ ഡ്രസ്സ് അല്ലെങ്കിലും നല്ലതല്ലല്ലോ. മോളെ, ഞാൻ നിന്നോട് ബാങ്ക് കൊടുക്കുമ്പോൾ നിസ്കരിക്കാൻ വരെ പറയാറുണ്ടായിരുന്നു, നീ അതുവരെ ചെയ്യുന്നില്ല എന്നാണല്ലോ ഞാൻ അറിഞ്ഞത്. അത് എനിക്ക് ബാങ്ക് എന്ന് കേൾക്കുമ്പോൾ അലർജിയാണ്. എന്തിനാണ് പള്ളിയിൽ നിന്ന് അലമുറയിടുന്നത്? എന്നെക്കൊണ്ടാവില്ല നിസ്കരിക്കാനൊന്നും. ഒരാളുടെ മുമ്പിൽ ഞാൻ തല കുനിക്കൂല. മോളെ, നമ്മൾ അഹങ്കരിക്കാൻ പാടില്ല. അതൊക്കെ നമുക്ക് അള്ളാഹു നൽകിയതാണ്. ബാപ്പ, എന്നെ ഇനി ഉപദേശിക്കണ്ട. എനിക്കാവില്ല അങ്ങോട്ട് പോകാൻ. എങ്കിലും ആ പിതാവ് അവളെ പറഞ്ഞയച്ചു, പൊന്നു മോളെ, നീ പടച്ചോനെ മറന്ന് കളിക്കല്ലേ കേട്ടോ. നമുക്ക് നല്ല ജീവിതം, നിൻ്റെ ജീവിതമാണ് നല്ല ജീവിതം. ബാപ്പ, വേണ്ട, എനിക്കിനി ആവില്ല. എനിക്ക് എൻ്റെ ഫ്രണ്ട്സുകളുടെ കൂടെ ചുറ്റി കറങ്ങാൻ പറ്റണില്ല. അവിടെ വീട്ടിൽ ഒതുങ്ങിക്കഴിയാൻ എനിക്കാവില്ല. ഞങ്ങൾ ഫാസ്റ്റ് ഫുഡും കാര്യങ്ങളും കഴിച്ച് നടന്ന ആളുകളാണ്. ഇപ്പോൾ കണ്ടില്ലേ, അവർ ചോറും കറിയും ദോശയും ഉപ്പേരിയും പയറൊക്കെയാണ് എനിക്ക് തരുന്നത്. അതൊന്നും എനിക്ക് ഇഷ്ടമല്ല എന്ന് അറിയുന്നതല്ലേ. ഞാൻ ഫാസ്റ്റ് ഫുഡ് മാത്രം കഴിക്കുന്നതല്ലേ. പൊന്നു മോളെ, ഫാസ്റ്റ് ഫുഡ് കഴിച്ചാൽ പല അസുഖങ്ങളും വരും. മോളെ, സാധാരണ ഭക്ഷണം, വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ തന്നെയാണ് നല്ലത്. ആ പിതാവ് പരമാവധി മോളെ സ്നേഹത്തോടെ ഉപദേശിച്ചു. അങ്ങനെ അത് ഫാസിൽ വീണ്ടും വന്നു അവളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അതെ, ഡോക്ടർ ഫാസിലിനെ കണ്ടപ്പോൾ അവൾക്ക് ദേഷ്യമാണ് വന്നത്. മനമില്ലാ മനസ്സോടു കൂടെ അവൻ്റെ കൂടെ അവൾ ഇറങ്ങി പോകുമ്പോഴും അവൾ ചെറിയ ഡ്രസ്സായിരുന്നു ധരിച്ചിരുന്നത്. എന്നാൽ ഫാസിൽ ഫിറോസ് അവളോട് പറഞ്ഞു, നൂർജഹാൻ, ഞാൻ പറഞ്ഞത് നീ കേൾക്കില്ല അല്ലേ?
നിനക്ക് പ്രയാസമാണല്ലേ? അതെ, ഇങ്ങനെയാണെങ്കിൽ ഓക്കെ. അല്ലാതെ നിങ്ങൾ ഇഷ്ടത്തിന് ചുരിദാറിട്ട് നടക്കാനൊന്നും എന്നെ കിട്ടൂല. അവൾ അല്പം വാശിയോടെ ദേഷ്യോടെ തന്നെ പറഞ്ഞു. നിങ്ങളുടെ ഉമ്മ ഇട്ട് നിൽക്കുന്ന ഡ്രസ്സിൻ്റെ കോലെന്താ? അവരുടെ ചെരുപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പറ്റേ തേഞ്ഞ ചെരുപ്പാണ് അവർ ധരിക്കുന്നത്. എനിക്കത് കാണുന്നത് ദേഷ്യമാണ്. പെങ്ങന്മാരും തന്നെ പഴയ ഡ്രസ്സുകളും പഴയ ഓർണമെൻറ്റ്സൊക്കെ ധരിച്ച് നിൽക്കുമ്പോൾ എനിക്ക് അറപ്പാണ് അവർ. എന്താ അവരുടെ തേഞ്ഞ ചെരുപ്പൊക്കെ ഒന്ന് മാറ്റിയാൽ? മോളെ, അതവിടെ കൃഷിയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അങ്ങോട്ട് ഇറങ്ങുമ്പോഴും കയറുമ്പോഴൊക്കെ ഉമ്മ അത് ധരിക്കുന്നതാണ്. അല്ലാതെ പൈസ ഇല്ലാത്തത് കൊണ്ടല്ല, ആവശ്യത്തിന് നമ്മൾ ചിലവാക്കുന്നുണ്ടല്ലോ. കണക്കിലേറെ പഠിച്ചോനെ മറക്കാൻ പാടില്ലല്ലോ. എന്നാലും നിങ്ങളെ വീട്ടിൽ വല്ലാത്തൊരു ഇരുട്ടുറലാണ്. എന്നെക്കൊണ്ട് ആവൂല അവിടെ ജീവിക്കാൻ. ഇനി AC ഇല്ലാതെ ഞാൻ എങ്ങനെ ജീവിക്കും? അവൾ കരയുന്നുണ്ടായിരുന്നു. എന്നാൽ ഡോക്ടർ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥ. എന്നാൽ അതിനിടയിൽ അതാ അവൾ ഒരു ദിവസം അവൾ ക്ഷീണിച്ച് അവിടെ കിടക്കുന്നു കണ്ടു. എങ്കിലും സ്നേഹത്തോടെ, നൂർജഹാൻ, ഉമ്മ ഭക്ഷണമെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നീ എന്താ കഴിക്കുവാൻ എഴുന്നേൽക്കാത്ത? എത്ര ദിവസമായി പെണ്ണ് ഞാൻ നിന്നോട് സുബഹി നമസ്കരിക്കാൻ പറയുന്നു, നീ അതുപോലും ചെയ്യുന്നില്ല നൂർജഹാൻ. എനിക്ക് സത്യം പറഞ്ഞാൽ നിൻ്റെ കാര്യത്തിൽ വളരെയധികം പ്രയാസമാണാകുന്നത്. നിങ്ങളൊന്നും മിണ്ടാതെ പോകുന്നുണ്ടോ? സ്വസ്ഥമായി കിടക്കാനും സമ്മതിക്കൂല. എന്നാൽ അവൾ എഴുന്നേറ്റ് പെട്ടെന്ന് തന്നെ അതാ എന്തു പറ്റി നൂർജഹാൻ? അതെ, അവൾ ഓക്കാനിക്കുന്നതായിട്ട് അവന് തോന്നി. കാര്യം അവന് മനസ്സിലായി. അതെ, നൂർജഹാൻ ഗർഭിണിയാണ് എന്നുള്ള കാര്യം അവന് മനസ്സിലായി. നേരെ അത് അവൻ ഉമ്മയോട് പറഞ്ഞു. ഉമ്മ, നൂർജഹാൻ ഗർഭിണിയാണ്. ആണോ? മാഷാ അല്ലാ, അൽഹംദുലില്ലാ. പൊന്നുമോള് ഭക്ഷണമൊന്നും കഴിച്ചില്ലല്ലോ. ഒരിക്കൽ പോലും ഉമ്മയുടെ അടുക്കളയിലേക്ക് പോയി സഹായിക്കുകയോ ഒന്നും അവൾ ചെയ്തില്ലായിരുന്നു. എല്ലാം ഉമ്മ അവൾക്ക് ഭക്ഷണവും വെള്ളവുമെല്ലാം അവളുടെ മുമ്പിലേക്ക് എത്തിച്ചു കൊടുക്കുമായിരുന്നു. അവൾക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. പക്ഷെ ഒരിക്കൽ പോലും ആ ഉമ്മയെ ഉമ്മ എന്നൊരു വിളിച്ചില്ല. ഉമ്മയോട് പറയും, നിങ്ങളുടെ ഈ വസ്ത്രം ഒന്ന് മാറ്റിക്കൂടെ? എനിക്ക് തലവേദനയാവുന്നു നിങ്ങൾ ഈ പഴയ ഡ്രസ്സൊക്കെ ഇട്ട് വരുമ്പോൾ. മോളെ, എന്താ മോളെ, നല്ലോണം കഴുകി ഉണക്കി വൃത്തിയാക്കി ഞങ്ങൾ ധരിക്കുന്നതല്ലേ മോളെ? അതിനെന്താ? ഒരുപാട് മുത്തും കല്ലും പവിഴും ഇല്ലയെന്നല്ലേ ഉള്ളൂ. എനിക്ക് നിങ്ങൾക്ക് കാണുന്നത് തന്നെ വെറുപ്പാണ്. ശരിക്കും അവർ ഉമ്മയുടെ മുഖത്ത് നോക്കിയിട്ടും അവൾ അങ്ങനെ പറയാൻ തുടങ്ങി. പെങ്ങന്മാർക്കും ഉപ്പാക്കും ഉമ്മാക്കും ചുരുക്കി പറഞ്ഞാൽ നൂർജഹാനെ ഭയമായി എന്ന് തന്നെ പറയാം. കാരണം അവൾക്ക് അത്ര മോശമായ രീതിയിലുള്ള സംസാരമാണ് സംസാരിക്കുന്നത്. എന്നാൽ അത് വല്ലാത്തൊരു വിഷമമായി നമ്മുടെ ഫാസിൽ ഡോക്ടർക്ക്. ഫാസിലിന് അത് വല്ലാത്തൊരു സങ്കടകരമായി. കാരണം എന്നെ പോറ്റി വളർത്തി എന്നെ പഠിപ്പിച്ച് കൃഷി ചെയ്തുണ്ടാക്കിയ ക്യാഷ് കൊണ്ട് ഞാനൊരു ഡോക്ടറായി. ഇപ്പോഴിതാ എൻ്റെ ഭാര്യ അവരെയെല്ലാം തള്ളി പറയുന്നു. അത് വല്ലാത്ത വിഷമമായി. അങ്ങനെ അതാ ഫാസിൽ ഫിറോസ് ഡോക്ടറിന് പുതിയൊരു ജോലിയുടെ ഭാഗമായി കൂടുതൽ ഉപരിപഠനത്തിനും വേണ്ടിയിട്ടും അവൻ കുറച്ച് വിദേശത്തേക്ക് പോകേണ്ട ആവശ്യം വന്നു. നൂർജഹാൻ, ഉമ്മ പറയുന്നതും ഉപ്പ പറയുന്നതും ഒക്കെ കേട്ട് നല്ല പോലെ ജീവിക്കണം കേട്ടോ മോളെ. നീ ഈ ചെറിയ ഡ്രസ്സൊക്കെ ഒന്ന് ഒഴിവാക്ക്. എന്താ മോളെ, നമുക്കൊരു കുഞ്ഞുണ്ടാകാൻ പോവല്ലേ? ഇനിയെങ്കിലും പൊന്നു മോളെ, നീ ഒന്ന് പടച്ചോനെ ഓർത്ത് ജീവിക്ക് മോളെ. നിസ്കരിക്കണം, 5 വക്ത് നിസ്കരിക്കണം. അത് നമുക്ക് നിർബന്ധമുള്ള കാര്യമാണ്. നിനക്ക് വേണ്ടി ഇത്രയധികം ഞാൻ ക്ഷമിച്ചു. ഞാൻ പോവുകയാണ്. ഇൻഷാ അല്ലാ പിന്നീട് വരാം കേട്ടോ. ഞാൻ ഈ ഒരു പഠനം പൂർത്തിയാക്കി കഴിഞ്ഞാൽ എനിക്ക് കൂടുതൽ വലിയ ജോബ് കിട്ടും. അതുമാത്രമല്ല കൂടുതൽ സാലറിയും കിട്ടും. അതുകൊണ്ട് എനിക്ക് പോകണം. എന്നാൽ അവൾക്ക് അവൻ പോയതിൽ വല്ലാത്ത സന്തോഷമാണ് ആയത്. എന്നാൽ അവൾക്ക് തോന്നി, ഭാഗ്യം, ഫാസിൽ ഫിറോസ് പോയി കിട്ടി. ഇനി എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കാം. അല്ലാതെ അവൻ എപ്പോഴും എന്നെ ഉപദേശിക്കണം, നിസ്കരിക്കണം, നല്ല ഡ്രസ്സ് ധരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഇനി പോയല്ലോ, ഭാഗ്യം. അവൾക്ക് ഇത് വലിയൊരു മുതൽക്കൂട്ടായിട്ട് അവൾ എടുത്തു. അവൾ അതാ നേരെ അവളുടെ പിതാവിനോട് വിളിച്ചു പറഞ്ഞു. ഉപ്പാ, പിന്നെയുണ്ടല്ലോ, അതെ, ഫാസിൽ ഡോക്ടർ പോയിട്ടുണ്ട്. ഇനി ഞാൻ അവിടെയാണ് കുറച്ച് നിൽക്കുന്നത്. എന്നാൽ ഉപ്പ പറഞ്ഞു, മോളെ, അവർക്ക് സമ്മതമാണോ? ഉമ്മാക്കും ഉപ്പാക്കും സമ്മതമാണെങ്കിൽ മോള് വന്നാൽ മതി കേട്ടോ. ഉപ്പ, നിങ്ങൾക്ക് എന്നോട് സ്നേഹമല്ലല്ലേ? അല്ല മോളെ, അതെ, നിൻ്റെ ഭർത്താവല്ലേ ഫാസിൽ ഡോക്ടർ, അതുകൊണ്ട് തന്നെ അവൻ പറയുന്നതും അനുസരിക്കണ്ടേ. എന്നാൽ അവൾക്ക് അതൊന്നും കേൾക്കാൻ ഒഴിവില്ലായിരുന്നു. അവൾ പറഞ്ഞു, ബാപ്പാ, ഞാൻ വരുന്നുണ്ട് അങ്ങോട്ട്. അങ്ങനെ അതാ അവൾ ഉമ്മയോടും ഉപ്പയോടും ഒന്നും തന്നെ പറയാതെ നേരെ അവളുടെ വീട്ടിലേക്ക് പോകുന്നു. എന്നാൽ ഉമ്മയോടൊന്നും ഒരു വാക്കും പറഞ്ഞില്ല. എന്നാൽ അവൾ അവളുടെ വീട്ടിലെത്തിയപ്പോൾ അവൾക്ക് മുഴുവൻ സ്വാതന്ത്ര്യവും കിട്ടിയ പോലെ. അവൾ അവിടെ നിന്നിട്ടിരുന്ന തട്ടമെല്ലാം വലിച്ചെറിഞ്ഞു. അതെ, അവളുടെ ചെറിയ ഡ്രസ്സിലേക്ക് അവൾ കൂടുതൽ വീണ്ടും മാറി. ഇപ്പോഴാണെന്ന് ഒന്ന് എൻജോയ്മെൻ്റ് ആയത്. അപ്പോൾ തന്നെ അവളുടെ ഫ്രണ്ട്സുകളെ വിളിച്ചു.
ആയ്. അർജുൻ, ഷിബു, ഷബീർ, ഷംനാഥ്, ആയിഷ, ഷാനി, സുമയ്യ, എല്ലാവരും വരൂ, ഞാനിവിടെ എത്തിയിട്ടുണ്ട്. അതെ, അവരുടെ ഗ്രൂപ്പുകളിൽ അവളുടെ ഒച്ചപ്പാട് പൊന്തിത്തുടങ്ങി. അവരെല്ലാവരും ആ കൊട്ടാരത്തിലേക്ക് കടന്നു വന്നു. ഓ, ഇപ്പോഴാണ് നിന്നെ ഒന്ന് ഫ്രീ ആയിട്ട് കിട്ടിയത്. ഓ, എന്തായാലും സന്തോഷിക്കാം. നമുക്ക് ട്രിപ്പൊക്കെ തുടങ്ങാം. എൻ്റെ പെണ്ണേ, നീ പോയതിന് ശേഷം ഞങ്ങൾക്ക് ട്രിപ്പും ഇല്ല ഫുഡും ഇല്ല എന്ന് പറഞ്ഞ പോലെയായി. എന്നാൽ തൻ്റെ മകളോടൊപ്പം കൂട്ടുകാരികൾ ഉല്ലസിക്കുന്നത് കാണുമ്പോൾ ആ പിതാവിന് സന്തോഷം തോന്നിയെങ്കിലും മനസ്സിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഭയവും തോന്നി. കാരണം ഫാസിൽ ഡോക്ടർക്ക് ഇത് പറ്റുമോ എന്ന് ആലോചിച്ചിട്ട്. മോളെ ശ്രദ്ധിക്കണം ട്ടോ, എപ്പോഴും ആ പിതാവ് പറയുമായിരുന്നു. എങ്കിലും അത് അവളുടെ സന്തോഷമല്ലേ എന്ന് കരുതി പിതാവ് കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല. അവർ വീണ്ടും അതാ പുറത്തേക്ക് പോകുവാൻ തുടങ്ങി. അവർ എല്ലാവരും വളരെയധികം സന്തോഷത്തോടു കൂടി പുറത്തു പോയി ഫുഡ് കഴിക്കുവാനും ആർമാദിക്കാനും തുടങ്ങി. പതിവ് പോലെ അവർ അതാ ഡാൻസ് ബാറുകളിലും എത്തി. അവരെല്ലാവരും നൃത്തം ചെയ്തു. എന്നാൽ അവൾ ഗർഭിണിയായിരുന്നു. പക്ഷേ അതുകൊണ്ട് തന്നെ പഴയ രീതിയിലുള്ള നൃത്തത്തിൻ്റെ ഭംഗിയൊന്നും അവൾക്ക് കിട്ടുന്നില്ല. എന്നാൽ അതിനിടയിൽ അതാ ഡോക്ടർ അവളെ വിളിച്ചു. നൂർജഹാൻ, നീ എവിടെ? നീ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോകാത്തത്? അതേ, ഞാനിനി പോകുന്നില്ല. അതെന്താ? ചെല്ല്, ഉമ്മയും ഉപ്പയും നിന്നെ അന്വേഷിക്കുന്നുണ്ട്. ഈ സമയത്ത് നീ ഇങ്ങനെ, അത് ഗർഭിണിയായി നീ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുന്നത് ശരിയല്ലല്ലോ. ആരൊക്കെയോ പറയുന്നു കേൾക്കുന്നുണ്ട്. പൊന്നുമോൾ, നീ ദയവായി വീട്ടിലേക്ക് പോ. അതെ, ഇതിനെക്കുറിച്ച് നിങ്ങൾ എന്നെ ഒരു സുഖവും എനിക്ക് തരില്ലല്ലോ. എനിക്കെന്താ നിങ്ങൾ സ്വാതന്ത്ര്യം തരാത്തത്? അതെ, ഭർത്താവിനോട് വീണ്ടും അവൾ ഓരോന്ന് ചോദിച്ചു. വല്ലാത്തൊരു കഷ്ടം തന്നെ. എൻ്റെ സ്വതന്ത്ര ജീവിതമെല്ലാം നഷ്ടപ്പെട്ടു നിങ്ങളെ വിവാഹം കഴിച്ചപ്പോൾ. അത് കേട്ടപ്പോൾ ഫാസിൽ ഫിറോസിന് വല്ലാത്തൊരു സങ്കടമായി. എന്നാൽ അവൾ അതിനിടയിൽ അത് പറഞ്ഞു. ബാപ്പാ, എനിക്ക് ഫാസിലിൻ്റെ കൂടെയുള്ള ജീവിതത്തിന് താല്പര്യമില്ല. എനിക്ക് അവനെ ഡൈവേഴ്സ് ചെയ്യണം. മോളെ, നീ എന്തേ പറയുന്നത്? പൊന്നു മോളെ, നിനക്ക് അങ്ങനെ പറയാൻ പാടുണ്ടോ? നല്ലൊരു ബന്ധമല്ലേ, നല്ല ദീനിയായൊരു സ്വാലിഹായൊരു ഭർത്താവിനെയാണ് നിനക്ക് ലഭിച്ചിട്ടുള്ളത്. അതും നല്ല രീതിയിൽ MBBSഉം MDയും എല്ലാ ബിരുദങ്ങളും അവൻ എടുക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നീ ഒരിക്കൽ പോലും അവനെ ഉപേക്ഷിക്കരുത്. ബാപ്പാ, അത് പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് അവനെ ഒഴിവാക്കണം. എനിക്ക് അവന് വേണ്ട. എന്നാൽ പിതാവ് പരമാവധി പറഞ്ഞു. പൊന്നു മോളെ, വേണ്ടാത്തിന് നിൽക്കല്ലേ. എന്നാൽ അവളുടെ പിടിവാശിക്ക് മുമ്പിൽ അവൾ പറയുകയായിരുന്നു, ബാപ്പ അത് ഒഴിവാക്കി തരണ്ട. എനിക്കറിയാം. അവൾ നേരെ കോടതിയിൽ പോയി റിസ്വാനെതിരെ കേസ് സമർപ്പിച്ചു. അതെ, തൻ്റെ ജീവിതാവശ്യങ്ങൾ നിറവേറ്റുന്നില്ലെന്നും തൻ്റെ ജീവിതത്തിലേക്ക് സന്തോഷങ്ങൾ തരുന്നില്ലെന്നും തൻ്റെ സ്വാതന്ത്ര്യത്തിന് ഒരിക്കൽ പോലും അവൻ വിടുന്നില്ലെന്നും പീഡിപ്പിക്കുകയാണെന്നും പറഞ്ഞു അവനെതിരെ കേസ് കൊടുത്ത് ആ ഒരു വിവാഹബന്ധത്തിൽ നിന്നും പെട്ടെന്ന് എനിക്ക് മോചിതയാവണം എന്ന് പറയുകയും ചെയ്തു. അങ്ങനെ അതാ ഡൈവേഴ്സായി അവർ തമ്മിൽ. വിവരമറിഞ്ഞ അവൻ ശരിക്കും ഞെട്ടിപ്പോയി. അതെ, ഫാസിൽ ഫിറോസ് പൊട്ടിക്കരഞ്ഞു. നൂർജഹാൻ, ഞാൻ നിന്നെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പെണ്ണെ? ഉപദ്രവിച്ചിട്ടുണ്ടോ? പക്ഷേ എനിക്കെതിരെ നീ കൊടുത്ത കേസ്, അത് സാരമില്ല. പക്ഷേ എങ്കിലും ഗർഭിണിയായ നീ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഒന്നുമില്ലെങ്കിൽ എൻ്റെ കുഞ്ഞ് നിൻ്റെ വയറ്റിൽ വളരുന്നുണ്ടല്ലോ പെണ്ണെ. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇത്രയ്ക്കും എന്ത് തെറ്റാണ് ഞാൻ നിന്നോട് ചെയ്തത്? ആ രാത്രിയിൽ അതാ ഫാസിൽ ഫിറോസ് പൊട്ടിക്കരഞ്ഞു, തൻ്റെ ഭാര്യ ചെയ്ത ആ ഒരു അക്രമം ആലോചിച്ചിട്ട്. എന്നാൽ അവന് പിന്നീട് കണ്ണീരായിരുന്നു. എന്നാൽ അതിനിടയിൽ വീണ്ടും അവളുടെ ഫ്രണ്ട്സുകളുടെ കൂടെ അവൾ പുറത്തേക്ക് പോയി. ഓ, ഇപ്പോഴാണ് സമാധാനമായത്. എടി, അല്ലെങ്കിലും നിൻ്റെ ജീവിതത്തിലേക്ക് അവൻ കടന്നു വന്നത് മുതൽ ഭയങ്കര കൺട്രോൾ ആയിരുന്നു അല്ലേ? ഇപ്പോൾ നീ ഭയങ്കര ഹാപ്പി ആയില്ലേ? സത്യമായിട്ടും. അല്ലെങ്കിൽ ഒരാളെ കീഴിൽ നിൽക്കാനാവില്ല കേട്ടോ. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കണം. അങ്ങനെ ആകുമ്പോഴേ ജീവിതം സമ്പൂർണ്ണമാവുകയുള്ളൂ. ഇപ്പോഴാണ് നീ നല്ല തീരുമാനമെടുത്തത്. ഫ്രണ്ട്സുകൾ അവളെ സപ്പോർട്ട് ചെയ്തു. എല്ലാവരും വീണ്ടും ഫുഡ് കഴിക്കുവാനും എല്ലാത്തിനും പോയി തുടങ്ങി, നല്ല അടിപൊളി ഡ്രസ്സുകളെല്ലാം ധരിച്ചുകൊണ്ട്. പക്ഷേ ഇപ്പോൾ അവളുടെ വയർ കുറച്ച് പൊങ്ങി തുടങ്ങിയത് കൊണ്ട് തന്നെ ഏത് ഡ്രസ്സിട്ടിട്ടും വല്ലാതെ മേച്ച് വരുന്നില്ല. എന്നാൽ അർജുനും ഷാനിയും അജിത്തുമെല്ലാം പറയുന്ന ആ ഒരു വാക്കുകൾ, അതേ പെണ്ണേ, ഇപ്പം നിന്നെ കാണാനേ ഈ ഡ്രസ്സിൽ തീരെ മേച്ചില്ല. നീ എന്താ ഈ ഗർഭമായിട്ട് ഇവിടെ വന്ന് ഡാൻസ് കളിക്കുന്നത്? അർജുൻ, വാടാ, നമുക്ക് ഒരുമിച്ച് ഡാൻസ് ചെയ്യാം. ഏയ് വേണ്ട വേണ്ട, നിൻ്റെ ഒപ്പം നിൽക്കുന്നതിന് എനിക്കൊരു ബോറായി തോന്നുന്നു. സത്യം, ഗർഭിണിയായൊരു പെണ്ണിൻ്റെ കൂടെ ഞാൻ ഡാൻസ് കളിക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് വല്ലാത്തൊരു മോശമാണ്. എനിക്ക് തീരെ മേച്ചില്ല കേട്ടോ. ഇനി മുതൽ എന്തിനാ നീ ഇങ്ങനെ വരുന്നത് ഈ ഗർഭം വെച്ചുകൊണ്ട്? ശരിക്കും ഒറ്റ ബോറാണ് നൂർജഹാൻ, തികച്ചും ബോറാണ്. നീ വന്നത് ഒരിക്കലും ശരിയായില്ല. എന്നാൽ കൂട്ടുകാരത് പറഞ്ഞപ്പോൾ അവൾക്ക് വല്ലാത്ത വിഷമം തോന്നി. അതെ, ഞാൻ 7 മാസം കഴിഞ്ഞിരിക്കുന്നു, 8ാം മാസത്തിലേക്ക് കടന്നിരിക്കുന്നു.
അതെ, എൻ്റെ ശരീരത്തിൽ അയാളുടെ ആ കുഞ്ഞ് വളരുന്നത് കൊണ്ട് എൻ്റെ ശരീരത്തിൻ്റെ ഭംഗിയെല്ലാം നഷ്ടപ്പെടുന്നുണ്ട്. അതേ, മുഖത്തൊക്കെ ചുളിവ് വന്നിട്ടുണ്ട്. അയ്യേ, വയറൊക്കെ പൊങ്ങി ആകപ്പാടെ പേശികളൊക്കെ വലിഞ്ഞ് ആകപ്പാടെ എന്തൊക്കെയോ വൃത്തികേടായിരിക്കുന്നു. എന്നാൽ അന്നു മുതൽ അവൾക്ക് വല്ലാത്ത വിഷമമായി. കൂട്ടുകാരൊന്നും തൻ്റെ അടുത്തേക്ക് വരുന്നില്ല. അവൾ 7-8 മാസം ഗർഭിണി, 9ാം മാസത്തിലേക്ക് എത്തി. മോളെ, എന്തൊക്കെ തന്നെ മോളുടെ ശരീരം ശ്രദ്ധിക്കട്ടോ, ഇനി പുറത്തൊന്നും പോവല്ലേട്ടോ. പിതാവ് പലതവണ ആദ്യമൊക്കെ പറഞ്ഞിരുന്നെങ്കിലും അവൾ അത് വിലക്കിയിരുന്നു. എന്നാൽ ഇപ്പോൾ അവൾ പുറത്തു പോകുന്നില്ല. അവിടെ ടയേർഡായിരിക്കുന്നേ കാണുകയാണ്. മോളെ, ഇപ്പോഴെന്താ നിൻ്റെ ഫ്രണ്ട്സുകളൊന്നും നിന്നെ തേടി വരാത്തത്? മോളെ, ഈ അവസ്ഥയിൽ ഭർത്താവിൻ്റെ സ്നേഹം കൂടി വേണ്ടതില്ല. നീയായിട്ടല്ല അവനെ ഒഴിവാക്കിയത്. അത് ഉമ്മർ സാഹിബ് അത് പറഞ്ഞ് കരഞ്ഞു. ബാപ്പ, അതൊന്നും നിങ്ങൾ നോക്കണ്ട. എന്നാൽ അവൾ ദിവസം പ്രതി ടയേർഡാവുകയായിരുന്നു. എന്നാൽ പിന്നീട് ഒരിക്കൽ കൂടി അവൾ ബാറിലേക്ക് പോവുകയായിരുന്നു ഡാൻസ് കളിക്കുവാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഡാൻസ് കളിക്കുന്നതിനിടയിൽ അവളതാ തളർന്ന് വീഴുകയാണ്. കൂട്ടുകാരെല്ലാവരും കൂടി അവളെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയാണ്. എന്നാൽ അർജുൻ പറഞ്ഞു, നൂർജഹാൻ, ഇനി മുതൽ നീ ഈ പരിപാടിക്ക് വരരുത്. എന്ന് നിന്നെ താങ്ങിക്കൊണ്ട് കിടക്കലാണോ എൻ്റെ ജോലി? അതെ, അവൻക്കൊക്കെ ലക്ഷക്കണക്കിന് രൂപയായിരുന്നു നൂർജഹാൻ കൊടുത്തിരുന്നത്. എന്നും ഇതുതന്നെയാണ് പണി. ഞാൻ നിനക്ക് വേണ്ടി എപ്പോഴും വേണം സപ്പോർട്ടായിട്ട്. ഇനി ഒരിക്കലും നീ ഇതിലേക്കൊന്നും വരരുത്. അതെ, അവൻ കർശനമായി അത് പറഞ്ഞു. ശരിക്കും അവൾ തകർന്നു പോയി. അതെ, അവളിപ്പോൾ വീട്ടിലിരിക്കുകയാണ്. അവൾക്കൊന്നിനും കഴിയുന്നില്ല. ശരീരത്തിന് ആകപ്പാട് അസ്വസ്ഥത അനുഭവപ്പെടുകയാണ്. അല്ലാ, എനിക്ക് വയ്യല്ലോ. എന്നാൽ പിതാവ് പറയും, മോളെ, നമ്മൾ നല്ല ആരോഗ്യമുള്ള കാലത്ത് നമ്മുടെ കൂടെ എല്ലാവരും ഉണ്ടാവും. ഇപ്പോൾ നിൻ്റെ കൂടെ ആരുമില്ലല്ലോ. നീ എത്രയൊക്കെ പണം എറിഞ്ഞിട്ടും അതെ, ആരും വരില്ല. അതാണ് പറഞ്ഞത്, പണവും പ്രതാപവും ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാവരും വരും. ഇപ്പോൾ നീ അവർക്കൊരു ഭാരമായി തോന്നുമെന്ന് കണ്ടപ്പോൾ എല്ലാ ഫ്രണ്ട്സും ഒഴിഞ്ഞു. അതെ, അവൾക്ക് ആകപ്പാടെ വിഷമഘട്ടങ്ങളായി. അവൾ ആ കൊട്ടാരത്തിലെ വലിയ റൂമിൽ ഒറ്റപ്പെട്ട് കഴിഞ്ഞു കരഞ്ഞുകൊണ്ടേയിരുന്നു. എന്തൊക്കെയോ അസ്വസ്ഥത. അതെ, താൻ മരിക്കുകയാണെന്ന് വരെ തോന്നിപ്പോയി. അതെ, ഫ്രണ്ട്സുകളെല്ലാം വിളിച്ച്, ഒന്ന് വാടി, നമുക്ക് സംസാരിച്ചിരിക്കാം. അർജുൻ, ഒന്ന് വാ, നമുക്ക് സംസാരിക്കാം. എന്തിന്? ഗർഭിണിയായി നിൻ്റെ അടുത്തേക്കാണോ ഞങ്ങൾ വരുന്നത്? വേറൊന്നും പണിയില്ല. അവർ അവരെ കളിയാക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ അതാ അവൾക്ക് വീണ്ടും എന്തൊക്കെയോ അസ്വസ്ഥത അനുഭവപ്പെടുന്നു. 8 മാസം പൂർത്തിയായെന്ന് തോന്നുന്നു. 9ലേക്ക് കടന്നിട്ടുണ്ടോ എന്നും സംശയമാണ്. അപ്പോഴേക്കും അതാ അവൾക്ക് ഭയങ്കരമായ പെയിൻ അനുഭവപ്പെടുകയാണ്. ആ രാത്രിയിൽ അവൾ പിതാവിനെ വിളിച്ചു കരഞ്ഞു, ഉപ്പാ, ബാപ്പാ, ഓടി വരി, എനിക്ക് തീരെ വയ്യ ബാപ്പാ, എന്നെക്കൊണ്ട് കഴിയുന്നില്ല ബാപ്പാ, എനിക്ക് കഴിയുന്നില്ല. അപ്പോഴേക്കും ആ പിതാവ് ഓടിയെത്തി. പെട്ടെന്ന് ആംബുലൻസിനെ വിളിച്ചു, മോളെ കരയല്ലേ, ബാപ്പാൻ്റെ കുട്ടി കരയല്ലേ. ബാപ്പയുണ്ടല്ലോ, അദ്ദേഹത്തിന് ആകെ വിഷമമായി. റബ്ബേ, എൻ്റെ കുട്ടിക്ക് എന്താ ഇങ്ങനെ? എല്ലാവരും കൂടി അവളെ താങ്ങി പിടിച്ചുകൊണ്ട് നേരെ ആംബുലൻസിലേക്ക് കൊണ്ടുപോയി. അവൾ പിടയുകയായിരുന്നു ജീവന് വേണ്ടിയിട്ട്. അത് അവൾക്ക് ശ്വാസതടസ്സം നേരിടുന്നു. എന്തൊക്കെയോ ആകുന്നുണ്ട്. കുഞ്ഞ് ആണെങ്കിൽ വല്ലാതെ മുകളിലേക്ക് ഉയരുകയും താഴുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആ പിതാവിന് ഭയം തോന്നി. അല്ലാ, എൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ഭയം അദ്ദേഹവും കൂടുതൽ നിലവിളിച്ചു. എന്നാൽ അവർ ആ ഒരു നാട്ടിലെ വലിയ ഹോസ്പിറ്റലിൽ തന്നെ അവളെ കൊണ്ടുപോയി. വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് അവളെ കയറ്റി. അതെ, ഡോക്ടർമാർ, നഴ്സുമാർ എല്ലാവരും കൂടി അത്യാഹിത വിഭാഗത്തിലേക്ക് അവളെ കൊണ്ടുപോയി. അതെ, ഈ കുട്ടി ഗർഭിണിയാണ്, പക്ഷേ എന്തൊക്കെയോ അസ്വസ്ഥതകളുണ്ട്. ശരിക്കും അവളുടെ ശ്വാസം പോലും ശരിക്കല്ല, ശ്വാസതടസ്സം നേരിടുന്നു. അതുകൊണ്ട് തന്നെ കുട്ടിയുടെ കാര്യം അത് കുറച്ച് പ്രയാസകരമായിരിക്കും. അവർ ECG കാര്യങ്ങൾ എല്ലാം എടുത്തു. എല്ലാ മെഡിക്കൽ ചെക്കപ്പും കാര്യങ്ങളും ചെയ്തപ്പോൾ മൊത്തത്തിൽ അവൾക്ക് എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലായി. അതെ, ആ ഒരു പേഷ്യൻറ്റിൻ്റെ ജീവൻ രക്ഷിക്കാൻ അവർക്ക് ആർക്കും കഴിയില്ലെന്നായി. സോറി, ഇത് കുറച്ച് റിസ്ക്കാണ്. കാരണം ഇവർക്ക് ശ്വാസതടസ്സം നേരിടുകയാണ്. ശ്വാസം ശരിക്കും ആവുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രയാസമാണ് പ്രസവത്തിൻ്റെ കാര്യത്തിലും കുഞ്ഞിൻ്റെ കാര്യത്തിലും ഒക്കെ. എല്ലാവരും ഡോക്ടറുകളും കൈ ഒഴുകുകയാണ്. എന്നാലും അദ്ദേഹം പറഞ്ഞു, ഞാൻ എത്ര ക്യാഷ് വേണമെങ്കിലും ഇവിടെ എറിയാം, എൻ്റെ കുഞ്ഞിനെ നിങ്ങളൊന്ന് രക്ഷിക്കണം. അതെ, ഉമ്മർ സാഹിബ് വളരെയധികം സങ്കടത്തോടു കൂടി അവരോടെല്ലാം പറയുമ്പോൾ അവിടുത്തെ ഒരു ഡോക്ടർ പറഞ്ഞു, ഇവിടുത്തെ ഒരു സീനിയർ ഡോക്ടറുണ്ട്, അദ്ദേഹം ഇപ്പോൾ ഓപ്പറേഷനിലാണ്, അദ്ദേഹം ഡ്യൂട്ടിയിലാണ്, വിളിച്ച് നോക്കാം, കിട്ടാൻ റിസ്ക്കാണ്, കാരണം അത്രക്കും അത്യാധുനിക ഓപ്പറേഷനും കാര്യങ്ങളും ചെയ്യുന്ന ഡോക്ടറാണ്. അപ്പോൾ തന്നെ എന്ത് വേണമെങ്കിലും ഞാൻ തരാം, എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിച്ചാൽ മതി. എന്നാൽ അവൾ ആ ഒരു കിടക്കയിൽ കിടന്ന് പുളയുകയാണ്. അവൾക്ക് ശ്വാസതടസ്സവുമുണ്ട്, പ്രസവവേദനയും ഒരുമിച്ചാണ്. അവൾക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ ശരിക്കും ആ ഒരു ICUവിലെ ശബ്ദങ്ങളും എല്ലാം കേട്ട് അവളാകെ മരണത്തോട് മല്ലിട്ട് കിടക്കുന്ന പോലെയാണ് തോന്നുന്നത്. പെട്ടെന്ന് ഒരു വെള്ള
കോട്ട് ധരിച്ച ഒരു ഡോക്ടർ അങ്ങോട്ട് ഓടിക്കിതച്ചെത്തുന്നു. എന്തു പറ്റി? അപ്പോൾ തന്നെ അതാ അവളെ ഡോക്ടർ പരിശോധിക്കുകയാണ്. ഓ, ഇത് അനീമിയ ഒക്കെ ആയിട്ട് ആകപ്പാടെ ശ്വാസത്തിന് തടസ്സവും കാര്യങ്ങളും എന്തൊക്കെയോ ഇത് പ്രയാസമാണ്, റിസ്ക്കാണ്. ഓക്സിജൻ വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ അവളുടെ മുഖമൊന്നും വ്യക്തമായിരുന്നില്ല. എന്നാൽ പെട്ടെന്ന് അയാൾ ആ ഓക്സിജൻ്റെ ആ ഒരു കവർ എടുത്ത് മാറ്റിയപ്പോൾ ശരിക്കും അത്ഭുതപ്പെട്ടു. അതെ, ആ ഡോക്ടർ മറ്റാരുമായിരുന്നില്ല, ഡോക്ടർ ഫാസിൽ ഫിറോസ് ആയിരുന്നു. എന്നാൽ അവളുടെ മുഖം കണ്ട് അവനൊന്ന് ഞെട്ടി. അതെ, അവൻ്റെ മുഖത്തേക്ക് ആ പഴയ ചിന്തകൾ, അവൾ പറഞ്ഞ വാക്കുകൾ അതെല്ലാം ഓർമ്മ വന്നു. എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥ. പക്ഷേ പഴയതൊന്നും അവൻ ഓർത്തില്ല. ഒരു നിമിഷം അവൻ്റെ കണ്ണുകളിലേക്ക് ഇരുട്ട് കയറുന്ന പോലെ. കാരണം 12 മണിക്കൂർ തുടർച്ചയായ ജോലി ചെയ്തിട്ടാണ് അവൻ ഇവിടേക്ക് എത്തുന്നത്. ഇപ്പോൾ റെസ്റ്റിൻ്റെ സമയമാണ്. എല്ലാ ഡോക്ടേഴ്സും അങ്ങനെ വിളിച്ചതുകൊണ്ട് മാത്രമാണ് അവൻ വന്നത്, അല്ലാതെ ഈ സമയത്ത് ഡ്യൂട്ടി ടൈം അല്ല. പക്ഷേ എങ്കിലും ഒരാളുടെ ജീവൻ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെ പോകാനും നമ്മുടെ ഫാസിൽ ഫിറോസ് തയ്യാറായിരുന്നു. അതെ, അവൾ നൂർജഹാൻ കാണിച്ചു കൂട്ടിയ പഴയ കാര്യങ്ങളെല്ലാം ഓർത്തു. തന്നെ ഡൈവോഴ്സ് ചെയ്തത് ഓർത്തു. എല്ലാം കൂടി ഓർത്തപ്പോൾ താൻ പീഡിപ്പിച്ചെന്നും തൻ്റെ വീട്ടുകാർ പീഡിപ്പിച്ചതെന്നും പറഞ്ഞ് കേസ് കൊടുത്തതും എല്ലാം ഓർത്തു. റബ്ബെ, നിരപരാധികളായ എൻ്റെ മാതാപിതാക്കളെ, എൻ്റെ പെങ്ങന്മാരെ, എന്നെ അടക്കം അവൾ കേസിൽ ചുമത്തിയവളാണ്. എന്നിട്ട് അവൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇപ്പോഴിതാ ഇവൾ എൻ്റെ മുമ്പിൽ ജീവന് വേണ്ടി പിടയുന്നു. എന്നാൽ ഈ സമയം അതാ ഡോക്ടർ തന്നെ പറയുകയാണ്, അത് കുറച്ച് റിസ്ക്കാണ്. അതുകൊണ്ട് തന്നെ ബ്ലഡ് പെട്ടെന്ന് തന്നെ ബ്ലഡ് തീരെയില്ല. അതുകൊണ്ട് തന്നെ പ്രസവവേദനയുടെ വേദനയും പെയിനും കൂടും. അത് മാത്രമല്ല ശ്വാസതടസ്സവും എല്ലാം കൂടെ വളരെയധികം റിസ്ക് ആയിരിക്കും. അവൻ പ്രത്യേകമായി അവളുടെ ലിസ്റ്റുകളെല്ലാം പരിശോധിച്ചു. അത് രക്തക്കുറവ് നല്ലോണം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ബ്ലഡ് കയറ്റണം. എന്നാൽ അവളുടെ ആ ഒരു രക്തം AB പോസിറ്റീവ് എന്നതായിരുന്നു. കിട്ടാൻ വളരെയധികം പ്രയാസമുള്ള ആ ഒരു രക്തം. ശരിക്കും അത് അവൻ്റെ ആ ഹോസ്പിറ്റലിലെ ബാങ്കുകളിലെല്ലാം ചെക്ക് ചെയ്തപ്പോൾ ഇല്ല, അത് സ്റ്റോക്ക് ഔട്ടാണ്. പിന്നെ പൊതുവെ രക്തം കിട്ടാനും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എവിടെന്നെങ്കിലും ബ്ലഡ് എത്തിച്ചാൽ മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ. അല്ലെങ്കിൽ അതാ അവളുടെ ശരീരത്തിൽ ഉള്ള രക്തവും പോയി കഴിഞ്ഞ് അതാ മരണത്തോട് മല്ലിട്ട് കിടക്കുന്ന അവസ്ഥയാണ്. നേരെ അതാ ഉമ്മർ സാഹിബിനോട് വിവരം അറിയിച്ചു. മകളുടെ രക്തം AB പോസിറ്റീവ് ആയതുകൊണ്ട് ഇവിടെ ബ്ലഡ് ഇല്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നിങ്ങൾ എവിടുന്നെങ്കിലും അറേഞ്ച് ചെയ്യണം. അപ്പോൾ തന്നെ അതാ കൂട്ടുകാർക്ക് വിളിക്കുന്നു. അർജുനും ഷാനിക്കും അജുവിനും അങ്ങനെയൊക്കെ എല്ലാവർക്കും വിളിച്ചു. എന്നാൽ അവർ പറഞ്ഞു, ഞങ്ങൾക്കൊന്നും തരാൻ കഴിയില്ല. എവിടുന്ന് കിട്ടാന്ന് വെച്ചാൽ ഞങ്ങൾക്കും അതിന് കഴിയൂല, ഞങ്ങൾക്ക് ഒഴിവുമില്ല, ഞങ്ങളൊക്കെ ഓരോ പരിപാടികളിലാണ്. എന്നാൽ ആ പിതാവ് വിചാരിച്ചു, അത്രയധികം അവർക്ക് വേണ്ടി പണം എറിഞ്ഞതായിരുന്നു എൻ്റെ മകൾ. അവർക്ക് വേണ്ടി എപ്പോഴും ഫുഡും കാര്യങ്ങളും സൗകര്യങ്ങളും ഒരുമിച്ച് കൊടുത്തതായിരുന്നു. അതൊക്കെ കൊടുത്തിട്ട് പോലും ഒരു നന്ദിയില്ലാത്ത വർഗം, ഇത്രയധികം സ്നേഹിച്ച. അതെ, അവർ ഇങ്ങനെയാണല്ലോ പറയുന്നത്. ആ പിതാവ് പൊട്ടിക്കരഞ്ഞു പോയി. സുഹൃത്തുക്കൾക്ക് കുറേ ഉണ്ടായിട്ടും കാര്യമില്ല, സ്വന്തം ഭർത്താവും ഫാമിലിയും ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് തന്നെ സങ്കടവും വേദനയും ഉണ്ടാവുള്ളൂ. എന്നാൽ ആ ഡോക്ടറുടെ മുമ്പിൽ പൊട്ടിക്കരയുമെന്ന്. മോനെ ക്ഷമിക്കണം, അതെ, എൻ്റെ മോള് ചെയ്ത കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം, ക്ഷമ ചോദിക്കുന്നു. ആ പിതാവ് കരയുകയായിരുന്നു. എന്നാൽ അവൻ പറഞ്ഞു, ഉപ്പ, ഇപ്പോൾ നിങ്ങൾ കരയേണ്ട സമയമല്ല, എങ്ങനെയെങ്കിലും ബ്ലഡ് എത്തിക്കുക എന്നുള്ള. മോനെ, അവരുടെ കൂട്ടുകാരെല്ലാം ഒഴിഞ്ഞു മാറി, അവർക്കൊന്നും അതിന് താല്പര്യമില്ലത്രേ. ശരിക്കും അതാ ഡോക്ടർക്ക് ആകെ തലകുറങ്ങുന്ന പോലെ തോന്നി. കാരണം 12 മണിക്കൂർ ഡ്യൂട്ടി എടുത്ത് അല്പസമയം റെസ്റ്റ് എടുക്കുന്ന സമയമാണ്. ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അത്രയ്ക്ക് ഡ്യൂട്ടി ടൈമായിരുന്നു. അവന് തല കറങ്ങുന്ന പോലെ തോന്നി. പിന്നീട് അവൻ വിചാരിച്ചു, ഒരു പെണ്ണിൻ്റെ ജീവൻ രക്ഷിക്കുക, ഒരു ഡോക്ടറായ ഞാൻ ഒരാളുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളത് അത് വളരെയധികം എൻ്റെ കടമയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ജീവൻ പോയാലും വേണ്ടിയില്ല, അത് അവൾക്ക് വേണ്ടി ഞാൻ എൻ്റെ രക്തം നൽകുകയാണ്. അതേ സെയിം രക്തം തന്നെയാണ് നമ്മുടെ ഡോക്ടറുടേതും. ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചിട്ടില്ല, ആകെ ക്ഷീണിതനാണ്. എന്നാൽ ബ്ലഡ് എടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ എൻ്റെ നിലയും വളരെയധികം ഗുരുതരമാകും എന്നറിയാം. എങ്കിലും അതാ പെട്ടെന്ന് തന്നെ സിസ്റ്റർമാരോട് പറയുന്നു, ആ ഒരു യുവതിക്ക് വേണ്ടി എൻ്റെ രക്തം എടുത്തോളൂ, എൻ്റെതും ആ രക്തം തന്നെയാണ്. സാറിപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് എത്തിയതല്ലേ ഉള്ളൂ, ഒന്ന് ക്ഷീണിച്ചതല്ലേ, ഒരു ജ്യൂസ് പോലും കഴിക്കാതെയാണോ നിങ്ങൾ? സാരമില്ല, എൻ്റെ രക്തം എടുത്തോളൂ, അവൾക്ക് വേണ്ടിയിട്ടല്ലേ, എൻ്റെ രോഗിക്ക് വേണ്ടിയിട്ടല്ലേ ഡോക്ടർ അത് പറയുകയായിരുന്നു. എന്നാൽ ആ നിമിഷം തന്നെ അതാ അവൾക്ക് വേണ്ടി അദ്ദേഹം രക്തം കൊടുക്കുകയാണ്. രക്തം നേരെ അതാ നൂർജഹാൻ്റെ ശരീരത്തിലേക്ക് പ്രവേശിച്ചു കൊണ്ടിരുന്നു. അതെ, അവളുടെ ശരീരത്തിൽ നല്ല മാറ്റങ്ങൾ വന്നു. ശ്വാസതടസ്സം നേരെയായി തുടങ്ങി. ലേബർ പെയിൻ അവൾക്ക് പതുക്കെ കുറഞ്ഞു തുടങ്ങി. എന്നാൽ ഇനി ഒരിക്കലും ഓപ്പറേഷൻ
അല്ലാതെ വഴിയില്ല എന്ന് മനസ്സിലാക്കി. ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ള സിറ്റുവേഷൻ ആയിരുന്നു. എന്നാൽ ഇനി ഓപ്പറേഷൻ ചെയ്യാം, രക്തം കിട്ടി എന്നുള്ള രീതിയിൽ അങ്ങനെയതാ അവൾക്ക് രക്തം ഒരു ഭാഗത്തു കൂടി അവൻ കൊടുക്കുന്നു. എന്നാൽ ആ നിമിഷം അവനാകെ തലകറക്കും എല്ലാം ഉണ്ടായി. എന്നാൽ ഓപ്പറേഷൻ ചെയ്യാം, അങ്ങനെയതാ അവൻ തന്നെ ആ കുഞ്ഞിനെ ഓപ്പറേഷൻ ചെയ്തെടുക്കുന്നു. അതെ, തൻ്റെ പ്രിയപ്പെട്ട ചോരയിൽ പിറന്ന ആ കുഞ്ഞിനെ കണ്ടപ്പോൾ ശരിക്കും ഡോക്ടർ കരഞ്ഞുപോയി. അവൻ അതാ ആ റൂമിൽ നിന്ന് ഓപ്പറേഷനെല്ലാം വിജയകരമായി പൂർത്തിയാക്കി തൻ്റെ അപ്പുറത്തുള്ള റെസ്റ്റ് റൂമിൽ പോയി പൊട്ടിക്കരഞ്ഞു. അവനാകെ ക്ഷീണിച്ചിരിക്കുന്നു, വളരെയധികം ടയേർഡായിരിക്കുന്നു. എന്നാൽ ഈ സമയം അതാ മോൾക്കൊരു കുഞ്ഞ് പിറന്നിരിക്കുന്നു, ആൺകുഞ്ഞാണ് എന്നാ പിതാവിനോട് പറയുന്ന നിമിഷം ആ പിതാവ് പടച്ച റബ്ബിനോട് ശുക്ർ പറഞ്ഞു. അൽഹംദുലില്ലാ, അതെ മോൾ അബോധാവസ്ഥയിലാണ്. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ ആ പിതാവ് അതാ മകളുടെ അടുത്തെത്തി. മോളെ, ഉപ്പാ എവിടെ കുഞ്ഞിപ്പോൾ വരൂട്ടോ, കുഞ്ഞിനെ അവർ ഐസിയിലൊന്നും ഇട്ടിട്ടുണ്ട്, ഇപ്പോൾ വരൂട്ടോ. ബാപ്പാ, എന്നാലും എൻ്റെ ജീവൻ, ഞാൻ മരിക്കാമെന്ന് വിചാരിച്ചു. മോളെ, അതെ ഒരു ഡോക്ടറാണ് മോളുടെ ജീവൻ രക്ഷിച്ചത്, മോൾക്ക് വേണ്ടി ബ്ലഡ് തന്നതും ഒക്കെ. ബാപ്പാ, അത് ആ ഡോക്ടർ എനിക്കൊന്ന് കാണാൻ പറ്റും, നന്ദി പറയാനാണ്. ശരിക്കും അവൾ കരയുന്നുണ്ടായിരുന്നു. എന്നാൽ ഡോക്ടറുടെ റൂമിലേക്ക് അതാ ഉമർ സാഹിബ് എത്തി. ഡോക്ടറെ, എനിക്ക് എൻ്റെ മോൾക്കൊന്ന് കാണണമെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഫാസിൽ ഫിറോസ് ഡോക്ടർക്ക് ഒരിക്കൽ പോലും അവളുടെ മുഖം കാണുവാൻ താല്പര്യമുണ്ടായിരുന്നു. കാരണം പാവപ്പെട്ട എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും പെങ്ങന്മാർക്കും എനിക്കുമെതിരെ കേസ് കൊടുത്ത വ്യക്തി, അവളുടെ ഇഷ്ടത്തിന് നടന്ന വ്യക്തി, അഹങ്കരിച്ച വ്യക്തി. അതുകൊണ്ട് തന്നെ ഒരിക്കൽ പോലും, പക്ഷേ ഡോക്ടർ എന്നുള്ള ഡ്യൂട്ടിയാണ് അവൻ നിർവഹിച്ചത്. പക്ഷേ തൻ്റെ രക്തത്തിൽ പിറന്ന കുഞ്ഞുണ്ടല്ലോ, അതിനെ ആലോചിക്കുമ്പോൾ വല്ലാത്ത സങ്കടവുമുണ്ട്. പക്ഷേ ഒരിക്കൽ പോലും നൂർജഹാൻ്റെ മുഖം കാണുവാൻ അവന് തയ്യാറായിരുന്നില്ല. എങ്കിലും ആ പിതാവ്, മോനെ നിന്നെ ഒന്ന് കാണണമെന്ന് പറയുന്നുണ്ട്, ഒന്ന് ഡോക്ടർ എന്ന രീതിയിൽ ഒന്ന് കാണാനാണ്. ആ പിതാവ് അതാ അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്ന് കെഞ്ചി പറഞ്ഞപ്പോൾ മനമില്ല മനസ്സോടു കൂടെ നമ്മുടെ ഫാസിൽ ഫിറോസ് അതാ ICUവിലേക്ക് കടന്നു. മോളെ, ഇതാണ് നിന്നെ രക്ഷിച്ച ആ ഡോക്ടർ, അതെ നിനക്ക് വേണ്ടി ബ്ലഡ് നൽകിയ ഡോക്ടർ. ലോകത്ത് ഇവിടെ എവിടെയും കിട്ടാത്ത രക്തം അദ്ദേഹമാണ് നൽകിയത്, നിൻ്റെ കൂട്ടുകാർ പോലും വന്നില്ല. അവൾ പതുക്കെ കണ്ണുകൾ തുറന്നു. എന്നാൽ ആ കാഴ്ച കണ്ട് അവൾ ഞെട്ടി. റബ്ബേ, അതെ തൻ്റെ ഭർത്താവ് ഫാസിൽ ഫിറോസ് ഡോക്ടറാണ്. അതെ, അദ്ദേഹം ഇപ്പോൾ വലിയ MD ഡോക്ടറാണ്. ഗൈനക്കോളജി വിഭാഗവും എല്ലാ വിഭാഗവും വലിയ രീതിയിലുള്ള സൂപ്പർ സീനിയർ ഡോക്ടറാണ് അദ്ദേഹം ഇപ്പോൾ. ശരിക്കും അവൾ അത്ഭുതപ്പെട്ടു. അവൾ അദ്ദേഹത്തിന് മുമ്പിൽ കൈകൂപ്പിക്കൊണ്ട്, ഡോക്ടറെ മാപ്പ്. എന്തിന്? പ്രസവം കഴിഞ്ഞില്ലേ? അതെ, എൻ്റെ ജീവൻ രക്ഷിച്ചില്ലേ? അങ്ങയുടെ ജീവൻ പോലും നിങ്ങൾ ശ്രദ്ധിക്കാതെ എൻ്റെ ജീവൻ രക്ഷിച്ചില്ലേ എന്ന് പറഞ്ഞു അവൾ ഭർത്താവിൻ്റെ മുമ്പിൽ കൈകൂപ്പി കരയുകയാണ്. കരയുകയൊന്നും വേണ്ട, കുഞ്ഞിനെ നല്ല രീതിയിൽ നോക്കുക, അതെനിക്ക് പറയാനുള്ളൂ. എന്നാൽ അവിടെ വല്ലാത്തൊരു സന്തോഷമായിരുന്നു നടന്നത്. എന്നാൽ അവളുടെ മനസ്സിന് അഹങ്കാരമെല്ലാം കുറഞ്ഞു തുടങ്ങി. അത് തൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞിൻ്റെ മുഖം കണ്ടപ്പോൾ, അത് തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് വലിയൊരു ഡോക്ടറാണല്ലോ എന്നവൾക്ക് ബോധ്യമായപ്പോൾ അവൾ പറയുകയാണ്, ഉപ്പാ ഇനി ഞാൻ നമ്മുടെ കൊട്ടാരത്തിലേക്ക് വരുന്നില്ല, ഞാൻ ഫാസിൽ ഡോക്ടറുടെ കൂടെ വീട്ടിലേക്ക് പോവുകയാണ്. മോളെ, നീ എന്ത് പറയുന്നത്? എന്നാൽ ഡോക്ടർ പറയുകയാണ്, ഡിസ്ചാർജ് കഴിഞ്ഞു പോകുന്ന ദിവസം നീ പോയിക്കോളൂ, നിനക്കുള്ള സൗകര്യങ്ങൾ AC-യും വലിയ ആഡംബര കാറും, അതെ വലിയ രീതിയിലുള്ള എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളും ഒരിക്കലും എൻ്റെ വീട്ടിലില്ല. അതുകൊണ്ട് നിനക്ക് ഏറ്റവും നല്ലത് നിനക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സുകൾ ധരിച്ച് നടക്കുവാനോ, നിനക്ക് നിൻ്റെ ഇഷ്ടം പോലെ ജീവിക്കാൻ നിൻ്റെ കൊട്ടാരം തന്നെയാണ് നല്ലത്, നിൻ്റെ പാലസിലേക്ക് നീ പോയിക്കോളൂ എന്ന് ഡോക്ടർ പറയുമ്പോൾ അവൾ കരയുകയായിരുന്നു. എന്നോട് ക്ഷമിക്കണം, ഇനി ഒരിക്കലും എന്നെ ആരും അവിടെ ഇഷ്ടപ്പെടാനില്ല. അതെ, ഇനി ഒരിക്കലും ഞാൻ നിങ്ങൾ പറയുന്നത് അനുസരിച്ചോളാം, എങ്ങനെ വേണമെങ്കിലും. അവൾ ഡോക്ടറുടെ കാൽക്കലേക്ക് വീഴുന്നു. വേണ്ട, അതൊന്നും വേണ്ട, നിങ്ങൾ പോയിക്കോളൂ, നിങ്ങളുടെ സന്തോഷം അതാണെങ്കിൽ നടന്നോട്ടെ, ഞാൻ ഒരിക്കലും നിങ്ങൾ നിർബന്ധിക്കുന്നില്ല. അതെ, ഡോക്ടർ അങ്ങനെയായിരുന്നു പറഞ്ഞത്. എന്നാൽ അവൾക്ക് അത് വല്ലാത്തൊരു വിഷമമായി. അവൾക്ക് കരയുകയായിരുന്നു. ബാപ്പ ഞാൻ പോകുന്നില്ല, ഞാൻ ഡോക്ടർ വീട്ടിലേക്കാണ് പോകുന്നത്, എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക്. അപ്പോഴേക്കും ആ കുഞ്ഞിൻ്റെ കരച്ചിൽ അവിടെ ഉയർന്നു കേട്ടു. അത് കേട്ടപ്പോൾ നമ്മുടെ ഫാസിൽ ഫിറോസ് ഡോക്ടറുടെ മനസ്സൊന്ന് കുളിർത്തു. അതെ, ശരിക്കും നൂർജഹാൻ പഴയ രീതിയിൽ ആയി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. നൂർജഹാൻ, നിനക്ക് നിൻ്റെ പഴയ ജീവിതം തന്നെയാണ് നല്ലത്, ഒരിക്കൽ പോലും പുതിയ ജീവിതം നിനക്ക് കഴിയില്ല.
നീ പൊയ്ക്കോളൂ പാലസിലേക്ക്. വീണ്ടും പറഞ്ഞപ്പോൾ അങ്ങനെ പറയരുത് എന്ന് പറഞ്ഞ് മാപ്പ് പറയുകയാണ് അവൾ ചെയ്യുന്നത്. എനിക്ക് നിങ്ങളുടെ ഉമ്മയും ഉപ്പയുടെയും ഒന്ന് കാല് പിടിച്ച് മാപ്പ് പറയണം. അവരോടൊക്കെ ഞാൻ പലതും പറഞ്ഞിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്, കളിയാക്കിയിട്ടുണ്ട്. നിങ്ങളെ ഞാൻ ദരിദ്രൻ എന്ന് വിളിച്ച് ഒരുപാട് കളിയാക്കിയിട്ടുണ്ട്, അതെ ഉമ്മയൊക്കെ. അതുകൊണ്ട് എനിക്ക് മാപ്പ് ചോദിക്കണം. പക്ഷേ ഒരിക്കലും പണമല്ല, സ്നേഹമാണ് വലുതെന്ന് എന്നെ നിങ്ങൾ പഠിപ്പിച്ചു കഴിഞ്ഞു. ഒരിക്കലും എന്നെ കൈവിടല്ലേ എന്ന് പറഞ്ഞ് കരഞ്ഞപ്പോൾ അതെ ആ പിതാവിൻ്റെ മനസ്സിലൊരു പ്രതീക്ഷയുണ്ടായിരുന്നു, റബ്ബേ സ്വീകരിക്കണേ എന്ന്. അവൾ കരഞ്ഞുകൊണ്ട് തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ മുമ്പിൽ പറയുകയായിരുന്നു, ഞാൻ നിങ്ങളുടെ കേസെല്ലാം പിൻവലിച്ചോളാം, നിങ്ങൾ ഒരിക്കൽ പോലും എന്നെ കൈവിടരുത് എന്ന് പറഞ്ഞ് അവൻ മനമില്ലാ മനസ്സോടു കൂടി അത് കേട്ടു. അങ്ങനെ അതാ നേരെ ഉമ്മാക്ക് വിളിച്ചു പറഞ്ഞു, കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഉമ്മ, നൂർജഹാൻ അവൾ തിരിച്ചു വന്നിട്ടുണ്ട്, അവൾ നമ്മുടെ വീട്ടിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുകയാണ്. ആ ഉമ്മയും ഉപ്പയും ഒരുപാട് സന്തോഷിച്ചു. ആണോ മോനെ, ഇവിടുത്തെ സൗകര്യങ്ങൾ അവൾക്ക് പറ്റുമോ ഉമ്മ? അതെല്ലാം അവൾ തരണം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അതാ അവർ സന്തോഷത്തോടു കൂടി അവരുടെ വീട്ടിലേക്ക് പോവുകയാണ്. സ്നേഹത്തോടെ ആ ഉമ്മയും ഉപ്പയും അവരുടെ പേരക്കുട്ടിയെ സ്വീകരിച്ചു. സന്തോഷത്തോടെ സ്നേഹത്തോടെ ഉമ്മ തുന്നി നൽകിയ ചുരിദാർ അവൾക്ക് നൽകി. എന്നാൽ അവൾ അതണിഞ്ഞ് നൽകി വന്നപ്പോൾ ശരിക്കും ഫാസിൽ ഫിറോസിനും അതെ നമ്മുടെ ഉമ്മർ സാഹിബിനും വീട്ടുകാർക്കും ഒത്തിരി സന്തോഷമായി. എന്നാൽ അവർ സുഖസുന്ദരമായി അതാ അവരുടെ ജീവിതത്തിലേക്ക് കടക്കുകയാണ്. എന്നാൽ ആ വലിയ കൊട്ടാരത്തിൻ്റെ ആ ഒരു ഭാഗം അപ്പോൾ തന്നെ ഡോക്ടറെ വിളിച്ച് കാണിച്ചു കൊടുക്കണം, മോനെ ഫാസിൽ, പിന്നെ ഇത് നമുക്കൊരു ഹോസ്പിറ്റലായി വേണം. പിന്നെ ഈ ഒരു ഹോസ്പിറ്റലിൽ എൻ്റെ പൊന്നു മോനെ അത് പാവങ്ങളെ ചികിത്സിക്കുവാൻ വേണ്ടിയിട്ട് മോൻക്ക് ഒരു ഡിപ്പാർട്ട്മെൻറ്റും ഞാനിവിടെ തയ്യാറാക്കുന്നുണ്ട്. അതെ പാവങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ ഭാഗം നൽകാം. അതെ ആ കൊട്ടാരത്തിൻ്റെ ആ വലിയ കൊട്ടാരത്തിൻ്റെ വലിയ ഭാഗങ്ങൾ മൊത്തത്തിലായിട്ട് അതാ അവർ ഫ്രീ ആയി ചികിത്സയ്ക്ക് വേണ്ടി കൊടുക്കുകയാണ്. എന്നാൽ ഈ സമയം നമ്മുടെ നൂർജഹാൻ അവളുടെ കണക്കിലേറെ വരുന്ന സ്വർണങ്ങൾ എടുത്ത് ഓരോന്നും വിറ്റ് ദാനം ചെയ്തുകൊണ്ട് അവൾ പാവപ്പെട്ടവർക്ക് അതെ വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുത്തിട്ടും ഭക്ഷണങ്ങൾ വാങ്ങിക്കൊടുത്തിട്ടും അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ നൂർജഹാൻ ആ നാട്ടിലെ നല്ലൊരു ദാനശീലയായൊരു പെണ്ണായി മാറി. എല്ലാവരും സന്തോഷത്തോടു കൂടി അവളെ ബഹുമാനിച്ചു. ആദ്യം അവൾ വെറും അഹങ്കാരിയായിരുന്നു, ഇപ്പോൾ അവൾ സ്നേഹശീലയായ ഒരു ദാനശീലയായ ഒരു പെണ്ണായി മാറി. ശരിക്കും ഫാസിൽ ഫിറോസ് തൻ്റെ ഭാര്യയിൽ വന്ന മാറ്റം കൊണ്ട് പടച്ച റബ്ബിനെ സ്തുതിച്ചു. അതെ ആ ഉമ്മർ ഹാജിയും സന്തോഷത്തോടു കൂടെ ഫാസിൽ ഫിറോസ് ഡോക്ടറുടെ വീട്ടിൽ അതാ ആ കുഞ്ഞുമോൻ്റെ കളിച്ചിരികൾ ഉയർന്നു. സന്തോഷത്തോടു കൂടി അവരുടെ ആ ജീവിതം കണ്ട് ആ ഉമ്മയും ഉപ്പയും കൂടെ നമ്മുടെ ഉമ്മർ സാഹിബും പടച്ച റബ്ബിനെ സ്തുതിച്ചു. ഇൻഷാ അല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ സ്റ്റോറി ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും തരണേ. എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.